ശരി, ഷെയ്ഖ് ഇബ്രാഹിം. മുഖ്യന്റെ ശബ്ദമുയർന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു. നിങ്ങളുടെ നേർച്ച പൂർത്തിയാക്കാൻ ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വാദി മൂസയിലൂടെ തന്നെ നിങ്ങളെ ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ബർക്കാഡിന്റെ ഉള്ളിൽ ആശ്വാസത്തിന്റെ ഒരു തണുപ്പ് പടർന്നു. എന്നാൽ അതൊരു നിമിഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. മുഖ്യൻ തുടർന്നു, പക്ഷേ നിങ്ങളുടെ വഴികാട്ടി ഈ അബൂ റഷീദ് ആയിരിക്കില്ല. അയാൾ അബൂ റഷീദിനെ പുച്ഛത്തോടെ നോക്കി. പണം കണ്ടപ്പോൾ സ്വന്തം യജമാനനെ ചതിക്കാൻ മടിക്കാത്തവനെ അയാൾക്ക് വിശ്വാസമില്ലായിരുന്നു. എന്റെ സ്വന്തം ആളുകൾ, ഈ മണ്ണിന്റെ ഓരോ മണൽത്തരിയും അറിയുന്നവർ നിങ്ങളെ അനുഗമിക്കും. സലീം, ജാബിർ. അതുവരെ നിഴലിൽ നിന്നിരുന്ന ആയുധധാരികൾ മുന്നോട്ടു വന്നു. അവർ ബർക്കാഡിനെ അടിമുടിയൊന്നു നോക്കി. അവരുടെ നോട്ടത്തിൽ സൗഹൃദത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. അതിൽ കല്ലിന്റെ കാഠിന്യവും കഴുകന്റെ സൂക്ഷ്മതയും ചെന്നായയുടെ ക്രൗര്യവും കലർന്നിരുന്നു. സലീം ഉയരം കൂടിയ മെലിഞ്ഞ ശരീരമുള്ളവനായിരുന്നു. അവൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്നു തോന്നി. അവന്റെ കണ്ണുകളെപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു. ജാബിർ തടിച്ച കുറിയ മനുഷ്യനായിരുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു വക്രബുദ്ധിയുടെ ചിരിയുണ്ടായിരുന്നു. ഇവർ നിങ്ങളെ സംരക്ഷിക്കും, മുഖ്യൻ പറഞ്ഞു. ആ സംരക്ഷിക്കും എന്ന വാക്കിന് ബർക്കാഡിന്റെ കാതുകളിൽ മറ്റു പല അർത്ഥങ്ങളുമുണ്ടായിരുന്നു. ഇവർ നിങ്ങളെ നിരീക്ഷിക്കും, ഒരു തെറ്റുപറ്റിയാൽ തീർത്തുകളയും എന്നയാൾ പറയാതെ പറയുകയായിരുന്നു. യാത്രയിൽ നിങ്ങൾ കാണുന്ന ഒന്നിനെക്കുറിച്ചും അനാവശ്യമായ കൗതുകം കാണിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഹാരൂൻ നബിയുടെ ഖബറ് മാത്രമായിരിക്കണം. കാലകളോ പഴയ കെട്ടിടങ്ങളോ ജിന്നുകളുടെ വാസസ്ഥലങ്ങളോ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കരുത്. നിങ്ങളൊരു തീർത്ഥാടകനാണ്, ചരിത്രകാരനല്ല. ഓർമ്മയുണ്ടല്ലോ? ആ അവസാനത്തെ വാചകം ഒരു മുന്നറിയിപ്പായിരുന്നു. ഒരു അമ്പുപോലെ അത് ബർക്കാഡിന്റെ നെഞ്ചിൽ തറച്ചു. മുഖ്യൻ ഇപ്പോഴും സംശയമുണ്ട്. അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി, ബർക്കാഡ് തലകുനിച്ചു പറഞ്ഞു. എന്റെ ലക്ഷ്യം പ്രാർത്ഥന മാത്രമാണ്. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ കൂടാരത്തിനു പുറത്ത് കാത്തുനിന്ന അബൂ റഷീദിന്റെ മുഖം കണ്ടു. അവന്റെ കണ്ണുകളിൽ കടുത്ത നിരാശയും ബർക്കാഡിനോടുള്ള അടങ്ങാത്ത പകയും ജ്വലിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് കിട്ടേണ്ടിയിരുന്ന വലിയൊരു തുക നഷ്ടപ്പെട്ടതിലുള്ള രോഷം. ബർക്കാഡ് അറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ശത്രുവിനെ കൂടി സമ്പാദിച്ചിരിക്കുന്നു. പുതിയ കാവൽക്കാർ, പഴയ ചതി. പിറ്റേന്ന് അതിരാവിലെ സൂര്യൻ ചുവന്ന പർവ്വതനിരകൾക്ക് മുകളിലൂടെ ഉദിച്ചുയരുന്നതിനു മുൻപേ അവരുടെ യാത്ര ആരംഭിച്ചു. ഗ്രാമം മുഴുവൻ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടി. ഒരു വിദേശി 2 കരുത്തരായ ഗോത്രാംഗങ്ങളുടെ അകമ്പടിയോടെ നിഗൂഢമായ താഴ്വാരയിലേക്ക് പോകുന്നു. അതൊരസാധാരണ കാഴ്ചയായിരുന്നു. ബർക്കാഡ് ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ സലീമും ജാബിറും അവരുടെ ഒട്ടകങ്ങളുമായി ഇരുവശത്തും നിലയുറപ്പിച്ചു. അവർ വഴികാട്ടികളായിരുന്നില്ല, കാവൽക്കാരായിരുന്നു, അല്ലെങ്കിൽ ജയിലർമാർ. യാത്ര തുടങ്ങിയ നിമിഷം മുതൽ അവരവനെ പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഷെയ്ഖ്, ഇന്ത്യയിൽ കച്ചവടം എങ്ങനെ പോകുന്നു? ജാബിർ സംസാരത്തിന് തുടക്കമിട്ടു. അവിടെയും ഇതുപോലെ സ്വർണം കൊടുത്താൽ പുണ്യസ്ഥലങ്ങൾ കാണാൻ സാധിക്കുമോ? അവന്റെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ ഭവനങ്ങൾ എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നതാണ് ജാബിർ. പക്ഷേ യാത്ര ദുർഘടമാകുമ്പോൾ വഴികാട്ടികൾക്ക് പ്രതിഫലം നൽകുന്നത് ഒരു നാട്ടുനടപ്പാണ്. ബർക്കാഡ് ശാന്തമായി മറുപടി പറഞ്ഞു. പ്രതിഫലം? അതെ, നല്ല പ്രതിഫലം. ജാബിർ ചിരിച്ചു. നിങ്ങളെപ്പോലെ ഒരു ധനികനായ വ്യാപാരിക്ക് ഇതൊന്നും ഒരു തുകയല്ല, അല്ലേ? സലീം ഒന്നും മിണ്ടിയില്ല. അവൻ നിശബ്ദനായി മുന്നോട്ടു നീങ്ങുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ ബർക്കാഡിന്റെ ഓരോ ചലനവും ഒപ്പിയെടുക്കുകയായിരുന്നു. അവൻ തന്റെ ഒട്ടകത്തിന്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി താഴെയിറങ്ങുമ്പോഴെല്ലാം സലീമിന്റെ കണ്ണുകൾ അവന്റെ മേലുണ്ടായിരുന്നു. ഈ നിശബ്ദമായ നിരീക്ഷണം ജാബിറിന്റെ വാചകമടികളേക്കാൾ ഭയാനകമായിരുന്നു. ബർക്കാഡ് ഒരു തുറന്ന പുസ്തകമായി അഭിനയിച്ചു. അവൻ ഇന്ത്യയെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു, മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു, തന്റെ വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു. അവൻ പറയുന്ന ഓരോ വാക്കും സത്യമാണെന്ന് തോന്നിപ്പിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അതേസമയം അവന്റെ പര്യവേക്ഷകന്റെ മനസ്സ് ചുറ്റുമുള്ള ഭൂപ്രകൃതിയെ ഗൃത്തനാ വിഴുങ്ങുകയായിരുന്നു. ഓരോ കുന്നും, ഓരോ പാറയും, ഓരോ ചെടിയും അവൻ ഓർമ്മയിൽ സൂക്ഷിച്ചു. ഭൂപടമോ കോമ്പസോ നോട്ട്ബുക്കോ ഇല്ലാതെ അവന്റെ ഓർമ്മശക്തി മാത്രമായിരുന്നു ഏക ആശ്രയം. സിഖ് മലയിടുക്കിലേക്കുള്ള പ്രവേശനം. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കു ശേഷം അവരൊരു ഭീമാകാരമായ പർവ്വതത്തിന്റെ അടിവാരത്തെത്തി. മുന്നിൽ വഴി അവസാനിച്ചതുപോലെ തോന്നി. ചെങ്കുത്തായ 100 കണക്കിനടികൾ ഉയരമുള്ളൊരു പാറക്കെട്ട് മാത്രം. ഇനി കാൽനടയായി പോകണമെന്ന് സലീം ആദ്യമായി സംസാരിച്ചു.
അവന്റെ ശബ്ദം പാറ പോലെ കഠിനമായിരുന്നു. ഒട്ടകങ്ങൾക്കിതിലൂടെ പോകാൻ കഴിയില്ല. ബർക്കാഡ് താഴെയിറങ്ങി. മുന്നിലെ പാറക്കെട്ടിലേക്ക് അവൻ അത്ഭുതത്തോടെ നോക്കി. എവിടെയാണ് വഴി? ജാബിർ ചിരിച്ചുകൊണ്ട് പാറക്കെട്ടിലെ ഒരു നേരിയ വിടവിലേക്ക് വിരൽ ചൂണ്ടി. ഇതാണ് വാദി മൂസയുടെ കവാടം, ബാബ് അസ്സിഖ്. ബർക്കാഡ് അങ്ങോട്ടു നോക്കി. അതൊരു വഴിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. രണ്ട് കൂറ്റൻ പാറകൾക്കിടയിൽ ഒരാൾക്ക് കഷ്ടിച്ചു കടന്നുപോകാൻ സാധിക്കുന്ന ഒരു ചീളിക മാത്രം. ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു പ്രവേശന കവാടമാണെന്നാരും പറയില്ല. പ്രകൃതി ഒരുക്കിയ ഒരു കവാടം, ഉള്ളിലെ രഹസ്യങ്ങളെ പുറംലോകത്തുനിന്ന് മറച്ചുപിടിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതുപോലെ. അവന്റെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നത് അവൻ കേട്ടു. ഇതാണത്. നൂറ്റാണ്ടുകളായി പാശ്ചാത്യലോകത്തിന് അജ്ഞാതമായിരുന്ന, പുരാതന ചരിത്രകാരന്മാർ വിവരിച്ച, ബെദൂവിനുകൾ ഭയത്തോടെ സംസാരിച്ച ആ നിഗൂഢ ലോകത്തേക്കുള്ള വാതിൽ. അവന്റെ കാലുകൾക്ക് ഭാരം വെച്ചതുപോലെ തോന്നി. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല ആ നിമിഷം. അവൻ ചരിത്രത്തിലേക്കാണ് കാലെടുത്തു വയ്ക്കാൻ പോകുന്നത്. എന്താ നോക്കി നിൽക്കുന്നത് ഷെയ്ഖ്? ജിന്നുകളെ പേടിയുണ്ടോ? ജാബിറിന്റെ പരിഹാസം അവനെ ചിന്തകളിൽ നിന്നുണർത്തി. ബർക്കാഡ് സ്വയം നിയന്ത്രിച്ചു. മുഖത്തൊരു ഭക്തന്റെ ശാന്തത വരുത്തി. അവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ നാമത്തിൽ. അവർ ആ ഇടുങ്ങിയ വിടവിലേക്ക് പ്രവേശിച്ചു. പാറയുടെ ഗർഭപാത്രത്തിലൂടെ സിക്കിനുള്ളിലേക്ക് കടന്നതും പുറംലോകം അപ്രത്യക്ഷമായി. സൂര്യന്റെ ചൂടും മരുഭൂമിയുടെ വിശാലതയും ഇല്ലാതായി. അവരൊരു പുതിയ ലോകത്തെത്തിയിരുന്നു. ഇരുവശത്തും ഏതാണ്ട് 300 അടിയോളം ഉയരത്തിൽ ചെങ്കുത്തായ പാടക്കെട്ടുകൾ ആകാശത്തേക്കുയർന്നു നിന്നു. മുകളിൽ ആകാശത്തിന്റെ ഒരു നീല നാട മാത്രം കാണാമായിരുന്നു. പാഴെ പാത വളഞ്ഞും പുളഞ്ഞും 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് നീണ്ടുകിടന്നു. അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. ഒരു വലിയ പള്ളിക്കുള്ളിൽ നിൽക്കുന്നതുപോലെയുള്ള നിശബ്ദത. അവരുടെ കാൽപ്പെരുമാറ്റവും ഇടയ്ക്കുണ്ടാകുന്ന സംസാരവും പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അതൊരു ഭയാനകമായ സൗന്ദര്യമായിരുന്നു. സൂര്യരശ്മികൾക്ക് താഴെയെത്താൻ പ്രയാസമായിരുന്നു. എങ്കിലും ചിലയിടങ്ങളിൽ വെളിച്ചമരിച്ചിറങ്ങി പാറക്കെട്ടുകളിൽ തട്ടുമ്പോൾ അവ അവിശ്വസനീയമായ വർണ്ണങ്ങളിൽ തിളങ്ങി. അത് വെറും ചുവന്ന പാറയായിരുന്നില്ല. റോസ്, കടും ചുവപ്പ്, ഓറഞ്ച്, യെല്ലോ, ധൂമവർണം, കറുപ്പ്. പ്രകൃതിയൊരു ക്യാൻവാസിൽ ചായങ്ങൾ കോരിയൊഴിച്ചതുപോലെ. കാലത്തിന്റെ ഒഴുക്കിൽ കാറ്റും മഴയും ചേർന്ന് മിനുക്കിയെടുത്ത ആ പാറകൾക്ക് മിനുസുമുള്ള പട്ടുവസ്ത്രത്തിന്റെ പ്രൗഢിയുണ്ടായിരുന്നു. ബർക്കാഡ് നടക്കുകയായിരുന്നില്ല, ഒരു സ്വപ്നത്തിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു. അവന്റെ പര്യവേഷകന്റെ കണ്ണുകൾ ഓരോ വിശദാംശങ്ങളും ഒപ്പിയെടുത്തു. ഇത് പ്രകൃതിദത്തമായ ഒരു മലയിടുക്ക് മാത്രമല്ലെന്നവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇതിൽ മനുഷ്യന്റെ കൈകളുണ്ട്. പാതയുടെ വശങ്ങളിൽ പാറയിൽ കുത്തിയെടുത്തൊരു ചാനൽ അവൻ കണ്ടു. ഇതെന്താണ്? അവൻ നിഷ്കളങ്കമായി ചോദിച്ചു. ഇത് പണ്ടത്തെ ആളുകൾ വെള്ളം കൊണ്ടുപോകാനുണ്ടാക്കിയതാണ്. ഇപ്പോഴതിൽ ജിന്നുകളാണ് വെള്ളം കൊണ്ടുപോകുന്നത്, ജാബിർ നിസ്സാരമായി പറഞ്ഞു. വെള്ളം? ബർക്കാഡിന്റെ ഉള്ളിൽ 1000 ബൾബുകൾ ഒരുമിച്ച് കത്തി. അതെ, ഇത് നഗരത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ജലസംഭരണികളാണ്, അക്വഡക്ട്സ്. നബാത്തിയൻ എഞ്ചിനീയറിംഗിന്റെ മകുടോദാഹരണം. ഒരു മരുഭൂമിയുടെ നടുവിലൊരു നഗരം നിലനിർത്തണമെങ്കിൽ വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഈ ചാനലുകൾ അതിനുള്ള തെളിവാണ്. അവനൊരു നഗരത്തിലേക്കുള്ള വഴിയിൽ തന്നെയാണ്. അവൻ മുന്നോട്ടു നടന്നു. പാറകളിൽ കൊത്തിയെടുത്ത ചെറിയ അറകൾ അവൻ കണ്ടു. ഒരു കാലത്ത് അവിടെ ദേവന്മാരുടെയോ സംരക്ഷകയാത്മാക്കളുടെയോ ശില്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം, യാത്രക്കാരെ സ്വാഗതം ചെയ്യാനും നഗരത്തെ സംരക്ഷിക്കാനും. അവൻ തറയിലേക്ക് നോക്കി. മണലിനടിയിൽ ചിലയിടങ്ങളിൽ കല്ലുപാകിയ പുരാതന പാതയുടെ അവശിഷ്ടങ്ങൾ അവൻ കണ്ടു. ഒരുപക്ഷെ റോമൻ കാലഘട്ടത്തിലെ ആവാം. അവൻ നടക്കുമ്പോൾ അവന്റെ മനസ്സ് രണ്ടായി വിഭജിച്ചു. ഷെയ്ഖ് ഇബ്രാഹിം എന്ന ഭക്തൻ ഭക്തിനിർഭരമായ ഒരു ഭാവത്തോടെ പ്രാർത്ഥനകൾ ഉരുവിട്ടു മുന്നോട്ടു നീങ്ങി. എന്നാൽ അവന്റെ ഉള്ളിലെ ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന പണ്ഡിതൻ ആവേശത്താൽ മതിമറന്ന് ആർത്തുവിളിക്കുകയായിരുന്നു. ഓരോ ചുവടും ഒരു പുതിയ കണ്ടെത്തലായിരുന്നു. ഓരോ വളവും ഒരു പുതിയ രഹസ്യം വെളിപ്പെടുത്തി. അവൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഇരുന്ന് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ അവന്റെ കൺമുന്നിൽ ജീവൻ വച്ചു നിൽക്കുന്നു. പക്ഷേ അവന് തന്റെ ആവേശം പുറത്തുകാണിക്കാൻ കഴിയില്ല. ഒരു നോട്ടം, ഒരു വാക്ക് മതി അവന്റെ ജീവനെടുക്കാൻ. സലീമിന്റെയും ജാബിറിന്റെയും കണ്ണുകൾ എപ്പോഴും അവന്റെ മേലുണ്ട്. അവർ ഏകദേശം 1 മൈലോളം ആ മാന്ത്രികമായ ഇടനാഴിയിലൂടെ നടന്നു. ഓരോ വളവിലും മുന്നിലെന്ത് അദ്ഭുതമാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിൽ അവന്റെ ഹൃദയം പടപടായിടിച്ചു. സിഖ് കൂടുതൽ ഇടിഞ്ഞുവന്നു. വെളിച്ചം കുറഞ്ഞു. മുന്നോട്ടു പോകുന്തോറും നിഗൂഢത വർദ്ധിച്ചു. അവസാനം മുന്നിൽ പാത വലത്തേക്ക് ശക്തമായി വളയുന്നത് അവൻ കണ്ടു. ആ വളവിന് ശേഷം പൂർണ്ണമായ ഇരുട്ടായിരിക്കുമെന്ന് തോന്നി. അവർ ആ വളവിന്റെ അടുത്തേക്ക് നീങ്ങി. വേഗം നടക്ക് ഷെയ്ഖ്, ജാബിർ മുരണ്ടു. നമുക്ക് സന്ധ്യയാവുന്നതിനു മുൻപ് പർവ്വതത്തിന്റെ അടുത്തെത്തണം.
ഇരുണ്ട ഇടുങ്ങിയ സിഖ് എന്ന മലയിടുക്ക് അവസാനിക്കുന്നിടത്ത് രണ്ട് കൂറ്റൻ പാറകൾക്കിടയിലുള്ള ഒരു നേർത്ത വിടവിലൂടെ സൂര്യരശ്മികൾ സ്വർണ്ണനിറത്തിൽ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ പ്രകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മാന്ത്രിക ദൃശ്യം പോലെ ഷെയ്ഖ് ഇബ്രാഹീമിന്റെ കൺമുന്നിൽ അത് തെളിഞ്ഞു. അവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. കാലുകൾ ഭൂമിയിൽ തറഞ്ഞുപോയി. അവന്റെ ശിരകളിലൂടെ രക്തത്തിനു പകരം ആശ്ചര്യം കുതിച്ചൊഴുകുകയായിരുന്നു. ലോകത്തിലെ മറ്റെല്ലാ ശബ്ദങ്ങളും നിലച്ച് അവന്റെ ഹൃദയമിടിപ്പ് മാത്രം മുഴങ്ങിക്കേൾക്കുന്നതുപോലെ അവന് തോന്നി. അവന്റെ മുന്നിൽ 130 അടിയിലധികം ഉയരത്തിൽ ഒരു ഭീമാകാരമായ ചെങ്കല്ലിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്ത ഒരു സൗധം. അതൊരു കെട്ടിടമായിരുന്നില്ല, അതൊരു ശില്പമായിരുന്നു. പാറയിൽ വിരിഞ്ഞ ഒരു റോസാപ്പൂവ് പോലെ. സമയത്തെയും പ്രകൃതിയുടെ ശക്തികളെയും മനുഷ്യന്റെ മറവിയെയും അതിജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു വാസ്തുവിദ്യ വിസ്മയം. അൽ ഖസ്ന, ജാബിറിന്റെ പരുത്ത ശബ്ദം അവന്റെ ചിന്തകളെ ഭേദിച്ചു. ഫറവോന്റെ നിധിപ്പുര. ബർഖാഡ് തലയുയർത്തി നോക്കി. അവന്റെ പണ്ഡിതന്റെ കണ്ണുകൾ ആ കാഴ്ചയുടെ ഓരോ അണുവിനെയും ഒപ്പിയെടുക്കുകയായിരുന്നു. താഴ്ത്ത നിലയിൽ കൊറിന്ത്യൻ ശൈലിയിലുള്ള 6 കൂറ്റൻ തൂണുകൾ, അവക്കിടയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ. ഒരു കാലത്ത് അവിടെ നബാത്തിയൻ ദൈവങ്ങളുടെയോ രാജാക്കന്മാരുടെയോ പ്രതിമകൾ ഉണ്ടായിരുന്നിരിക്കണം. മുകളിലത്തെ നില കൂടുതൽ സങ്കീർണമായിരുന്നു. നടുവിൽ തോളോസ് എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡപം, അതിനു മുകളിൽ ഒരു വലിയ കലശത്തിന്റെ രൂപം. ആ കലശത്തെ നോക്കി ജാബിർ പുച്ഛത്തോടെ പറഞ്ഞു, ബെദൂനുകൾ വിശ്വസിക്കുന്നത് ആ കലശത്തിനുള്ളിലാണ് ഫറവോൻ തന്റെ നിധികളെല്ലാം സ്വർണത്തിലും രത്നത്തിലുമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കണ്ടില്ലേ അതിന്റെ പുറത്തുള്ള വെടിയുണ്ടയുടെ പാടുകൾ? നിധി പുറത്തെടുക്കാൻ വേണ്ടി പലരും അതിനുനേരെ വെടിവെച്ചതാണ്. വിഡ്ഢികൾ, അത് കല്ലിൽ കൊത്തിയെടുത്തതാണെന്ന് അവർക്കറിയില്ല. ബർഖാഡ് ഒന്നും മിണ്ടിയില്ല. അവനൊരു ഭക്തനായ തീർത്ഥാടകനായി അഭിനയിക്കുകയായിരുന്നു. ഈ സൗധത്തിന്റെ സൗന്ദര്യമോ ചരിത്രപരമായ പ്രാധാന്യമോ അവനെ ബാധിക്കാത്ത മട്ടിൽ അവൻ നിന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന ചരിത്രകാരൻ ആർത്തുല്ലസിക്കുകയായിരുന്നു. ഫറവോന്റെ നിധിപുരയല്ല ഇത്. ഇതൊരു നബാത്തിയൻ രാജാവിന്റെ ശവകുടീരമാണ്. ഒരുപക്ഷേ ക്രിസ്തുവിനുശേഷം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ നബാത്തിയൻ രാജാവ് 4-മൻ അരേറ്റാസിന്റേതാവാം. ഈ കൊത്തുപണികൾ ഹെലനിസ്റ്റിക് അഥവാ ഗ്രീക്ക് വാസ്തുവിദ്യയുടെ ശക്തമായ സ്വാധീനം കാണിക്കുന്നു. നബാത്തിയന്മാർ കേവലം മരുഭൂമിയിലെ നാടോടികളായിരുന്നില്ല, മറിച്ച് ഗ്രീക്ക് റോമൻ ലോകവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉയർന്ന സാംസ്കാരിക നിലവാരമുള്ള ഒരു ജനതയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അവന്റെ കൈകൾ ഒരു നോട്ട്ബുക്കിനും പെൻസിലിനും വേണ്ടി തുടിച്ചു. ഈ കാഴ്ചയെ, ഈ നിമിഷത്തെ വാക്കുകളിലും വരകളിലുമായി രേഖപ്പെടുത്തിവെക്കാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. ഓരോ തൂണിന്റെയും അളവെടുക്കാൻ, ഓരോ ശില്പത്തെയും സൂക്ഷ്മമായി പഠിക്കാൻ. പക്ഷെ അവനതിന് കഴിഞ്ഞില്ല. സലീമിന്റെയും ജാബിറിന്റെയും സംശയദൃഷ്ടികൾ ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നിരുന്നു. അവനൊരു തീർത്ഥാടകനാണ്. അവന്റെ ലക്ഷ്യം ഇവിടെയല്ല, ദൂരെ കാണുന്ന ഹാരൂൻ നബിയുടെ പർവ്വതത്തിലാണ്. ഈ അത്ഭുതങ്ങളെല്ലാം അവനൊരു വഴിയോരക്കാഴ്ച മാത്രം. നമുക്ക് പോകാം ഷേഖ്. സലീമിന്റെ ശബ്ദം കനത്തു. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് സമയമില്ല, സന്ധ്യയാകുന്നു. ബർഖാഡ് മനസ്സില്ലാതെ ആ വിസ്മയത്തിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. അവൻ മുന്നോട്ടു നടന്നു. പക്ഷെ അവന്റെ മനസ്സ് ഖസ്നയുടെ മുന്നിൽ തന്നെ തങ്ങിനിന്നു. നൂറ്റാണ്ടുകളോളം മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ ഒരു മരയിടുക്കിന്റെ അറ്റത്ത് ഒളിച്ചിരുന്ന ഈ സൗന്ദര്യത്തെ ആദ്യമായി കണ്ട പാശ്ചാത്യൻ താനാണെന്ന ചിന്ത അവനിൽ അഭിമാനവും ഒപ്പം ഒരുതരം ഭയവും നിറച്ചു. ഇത്രയും വലിയൊരു രഹസ്യം തന്നിൽ സുരക്ഷിതമായിരിക്കുമോ? നഗരത്തിലേക്ക് തുറക്കുന്ന താഴ്വര. ഖസ്നയെ പിന്നിലാക്കി അവർ മുന്നോട്ടു നീങ്ങിയപ്പോൾ ഇടുങ്ങിയ മലയിടുക്ക് അവസാനിച്ചും മുന്നിലൊരു വിശാലമായ താഴ്വര തുറന്നുകടയുകയും ചെയ്തു. ബർഖാഡ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അതൊരു നഗരമായിരുന്നു, പക്ഷെ അവൻ കണ്ടു പരിചിച്ച നഗരങ്ങളെപ്പോലെ ആയിരുന്നില്ല. കെട്ടിടങ്ങൾ ഭൂമിയിൽ നിന്ന് പണിതുയർത്തിയതായിരുന്നില്ല, മറിച്ച് ഇരുവശത്തുമുള്ള ചുവന്ന പാറക്കെട്ടുകളിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്തവയായിരുന്നു. ഇരുണ്ട ഇടുങ്ങിയ സിഖ് എന്ന മലയിടുക്ക് അവസാനിക്കുന്നിടത്ത് 2 കൂറ്റൻ പാറകൾക്കിടയിലുള്ള ഒരു നേർത്ത വിടവിലൂടെ സൂര്യരശ്മികൾ സ്വർണ്ണനിറത്തിൽ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ പ്രകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മാന്ത്രിക ദൃശ്യം പോലെ ഷെയ്ഖ് ഇബ്രാഹീമിന്റെ കൺമുന്നിൽ അത് തെളിഞ്ഞു. അവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. കാലുകൾ ഭൂമിയിൽ തറഞ്ഞുപോയി. അവന്റെ ശിരകളിലൂടെ രക്തത്തിനു പകരം ആശ്ചര്യം കുതിച്ചൊഴുകുകയായിരുന്നു. ലോകത്തിലെ മറ്റെല്ലാ ശബ്ദങ്ങളും നിലച്ച് അവന്റെ ഹൃദയമിടിപ്പ് മാത്രം മുഴങ്ങിക്കേൾക്കുന്നതുപോലെ അവന് തോന്നി. അവന്റെ മുന്നിൽ 130 അടിയിലധികം ഉയരത്തിൽ ഒരു ഭീമാകാരമായ ചെങ്കല്ലിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്ത ഒരു സൗധം. അതൊരു കെട്ടിടമായിരുന്നില്ല, അതൊരു ശില്പമായിരുന്നു. പാറയിൽ വിരിഞ്ഞ ഒരു റോസാപ്പൂവ് പോലെ. സമയത്തെയും പ്രകൃതിയുടെ ശക്തികളെയും മനുഷ്യന്റെ മറവിയെയും അതിജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന
ഒരു വാസ്തുവിദ്യ വിസ്മയം. അൽ ഖസ്ന. ജാബിറിന്റെ പരുത്ത ശബ്ദം അവന്റെ ചിന്തകളെ ഭേദിച്ചു. ഫറവോന്റെ നിധിപ്പുര. ബർഖാഡ് തലയുയർത്തി നോക്കി. അവന്റെ പണ്ഡിതന്റെ കണ്ണുകൾ ആ കാഴ്ചയുടെ ഓരോ അണുവിനെയും ഒപ്പിയെടുക്കുകയായിരുന്നു. താഴത്തെ നിലയിൽ കൊറിന്ത്യൻ ശൈലിയിലുള്ള 6 കൂറ്റൻ തൂണുകൾ, അവയ്ക്കിടയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ. ഒരു കാലത്ത് അവിടെ നബാത്തിയൻ ദൈവങ്ങളുടെയോ രാജാക്കന്മാരുടെയോ പ്രതിമകൾ ഉണ്ടായിരുന്നിരിക്കണം. മുകളിലത്തെ നില കൂടുതൽ സങ്കീർണമായിരുന്നു. നടുവിൽ തോളോസ് എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡപം, അതിനു മുകളിൽ ഒരു വലിയ കലശത്തിന്റെ രൂപം. ആ കലശത്തെ നോക്കി ജാബിർ പുച്ഛത്തോടെ പറഞ്ഞു, ബെദൂനുകൾ വിശ്വസിക്കുന്നത് ആ കലശത്തിനുള്ളിലാണ് ഫറവോൻ തന്റെ നിധികളെല്ലാം സ്വർണത്തിലും രത്നത്തിലുമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കണ്ടില്ലേ അതിന്റെ പുറത്തുള്ള വെടിയുണ്ടയുടെ പാടുകൾ? നിധി പുറത്തെടുക്കാൻ വേണ്ടി പലരും അതിനു നേരെ വെടിവെച്ചതാണ്. വിഡ്ഢികൾ. അത് കല്ലിൽ കൊത്തിയെടുത്തതാണെന്ന് അവർക്കറിയില്ല. ബർഖാഡ് ഒന്നും മിണ്ടിയില്ല. അവനൊരു ഭക്തനായ തീർത്ഥാടകനായി അഭിനയിക്കുകയായിരുന്നു. ഈ സൗധത്തിന്റെ സൗന്ദര്യമോ ചരിത്രപരമായ പ്രാധാന്യമോ അവനെ ബാധിക്കാത്ത മട്ടിൽ അവൻ നിന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന ചരിത്രകാരൻ ആർത്തുല്ലസിക്കുകയായിരുന്നു. ഫറവോന്റെ നിധിപുരയല്ല ഇത്. ഇതൊരു നബാത്തിയൻ രാജാവിന്റെ ശവകുടീരമാണ്. ഒരുപക്ഷേ ക്രിസ്തുവിനു ശേഷം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ നബാത്തിയൻ രാജാവ് 4-മൻ അരേറ്റാസിന്റേതാവാം. ഈ കൊത്തുപണികൾ ഹെലനിസ്റ്റിക് അഥവാ ഗ്രീക്ക് വാസ്തുവിദ്യയുടെ ശക്തമായ സ്വാധീനം കാണിക്കുന്നു. നബാത്തിയന്മാർ കേവലം മരുഭൂമിയിലെ നാടോടികളായിരുന്നില്ല, മറിച്ച് ഗ്രീക്ക് റോമൻ ലോകവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉയർന്ന സാംസ്കാരിക നിലവാരമുള്ള ഒരു ജനതയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അവന്റെ കൈകൾ ഒരു നോട്ട്ബുക്കിനും പെൻസിലിനും വേണ്ടി തുടിച്ചു. ഈ കാഴ്ചയെ, ഈ നിമിഷത്തെ വാക്കുകളിലും വരകളിലുമായി രേഖപ്പെടുത്തിവെക്കാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. ഓരോ തൂണിന്റെയും അളവെടുക്കാൻ, ഓരോ ശില്പത്തെയും സൂക്ഷ്മമായി പഠിക്കാൻ. പക്ഷെ അവനതിന് കഴിഞ്ഞില്ല. സലീമിന്റെയും ജാബിറിന്റെയും സംശയദൃഷ്ടികൾ ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നിരുന്നു. അവനൊരു തീർത്ഥാടകനാണ്. അവന്റെ ലക്ഷ്യം ഇവിടെയല്ല, ദൂരെ കാണുന്ന ഹാരൂൻ നബിയുടെ പർവ്വതത്തിലാണ്. ഈ അത്ഭുതങ്ങളെല്ലാം അവനൊരു വഴിയോരക്കാഴ്ച മാത്രം. നമുക്ക് പോകാം ഷേഖ്. സലീമിന്റെ ശബ്ദം കനത്തു. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് സമയമില്ല, സന്ധ്യയാകുന്നു. ബർഖാഡ് മനസ്സില്ലാതെ ആ വിസ്മയത്തിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. അവൻ മുന്നോട്ടു നടന്നു. പക്ഷെ അവന്റെ മനസ്സ് ഖസ്നയുടെ മുന്നിൽ തന്നെ തങ്ങിനിന്നു. നൂറ്റാണ്ടുകളോളം മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ ഒരു മരയിടുക്കിന്റെ അറ്റത്ത് ഒളിച്ചിരുന്ന ഈ സൗന്ദര്യത്തെ ആദ്യമായി കണ്ട പാശ്ചാത്യൻ താനാണെന്ന ചിന്ത അവനിൽ അഭിമാനവും ഒപ്പം ഒരുതരം ഭയവും നിറച്ചു. ഇത്രയും വലിയൊരു രഹസ്യം തന്നിൽ സുരക്ഷിതമായിരിക്കുമോ? നഗരത്തിലേക്ക് തുറക്കുന്ന താഴ്വര. ഖസ്നയെ പിന്നിലാക്കി അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇടുങ്ങിയ മലയിടുക്ക് അവസാനിച്ചും മുന്നിലൊരു വിശാലമായ താഴ്വര തുറന്നുകടയുകയും ചെയ്തു. ബർഖാഡ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അതൊരു നഗരമായിരുന്നു. പക്ഷെ അവൻ കണ്ടു പരിചിച്ച നഗരങ്ങളെപ്പോലെ ആയിരുന്നില്ല. കെട്ടിടങ്ങൾ ഭൂമിയിൽ നിന്ന് പണിതുയർത്തിയതായിരുന്നില്ല, മറിച്ച് ഇരുവശത്തുമുള്ള ചുവന്ന പാറക്കെട്ടുകളിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്തവയായിരുന്നു. അവന്റെ വഴികാട്ടികൾ സലീമും ജാബിറും ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടു നടന്നു. അവർക്കിതൊരു സാധാരണ കാഴ്ചയായിരുന്നോ? അവരുടെ പൂർവീകർ ജീവിച്ച, ഇപ്പോൾ ജിന്നുകൾ വസിക്കുന്ന ഒരുപേക്ഷിക്കപ്പെട്ട താഴ്വര. അവർക്കിടയിലൂടെ നടന്നുപോകുമ്പോൾ ഒരു പുരാവസ്തു ഗവേഷകന്റെ ആവേശവും പിടിക്കപ്പെടുമോ എന്ന ഭയവും ഒരുപോലെ അനുഭവിച്ചുകൊണ്ട് ബർഖാഡ് തന്റെ ഓർമ്മയുടെ ക്യാമറയിൽ ഓരോ ദൃശ്യവും പകർത്തി. താഴ്വര കൂടുതൽ വിശാലമായൊരിടത്തേക്ക് തുറന്നു. അവിടെ ഒരു കുന്നിന്റെ മുകളിലായി പാറയിൽ കുത്തിയെടുത്ത ഒരു ഭീമാകാരമായ തിയേറ്റർ അവൻ കണ്ടു. റോമൻ മാതൃകയിലുള്ള ഒരു ആംഫി തിയേറ്റർ. ഏകദേശം 3000-ലധികം പേർക്കിരിക്കാൻ സൗകര്യമുള്ള ഇരിപ്പിടങ്ങൾ പാറയിൽ നിന്ന് നേരിട്ട് വെട്ടിയെടുത്തവ. ഇത് നബാത്തിയന്മാര് നിർമ്മിച്ചതാണോ അതോ പിന്നീട് പെട്ര കീഴടക്കിയ റോമക്കാർ നിർമ്മിച്ചതാണോ? ബർഖാഡിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. തിയേറ്ററിന്റെ സാന്നിധ്യം തെളിയിക്കുന്നത് ഇതൊരു സജീവമായ ജനവാസമുള്ള നഗരമായിരുന്നു. ഇവിടെ നാടകങ്ങൾ അരങ്ങേറിയിരിക്കാം, പൊതുപരിപാടികൾ നടന്നിരിക്കാം, ആളുകൾ ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്ന ഒരിടം. ബർഖാഡിന് ആ തിയേറ്ററിലേക്ക് ഒന്ന് കയറി നോക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജാബിർ അവനെ തടഞ്ഞു. അങ്ങോട്ട് പോകണ്ട ഷെയ്ഖേ, അത് പഴയ ആൾക്കാരുടെ കളികൾ നടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ പാമ്പുകളും തേളുകളുമാണ്. അവർ ആ താഴ്വരയുടെ ഹൃദയഭാഗത്തേക്ക് നടന്നു. ഒരു കാലത്ത് നഗരത്തിന്റെ കേന്ദ്രമായിരുന്ന സ്ഥലം. ഇവിടെ ആയിരിക്കണം അങ്ങാടികളും ക്ഷേത്രങ്ങളും താമസ സ്ഥലങ്ങളുമുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ കല്ലുകളുടെ കൂമ്പാരങ്ങളും തകർന്ന തൂണുകളുടെ അവശിഷ്ടങ്ങളും മാത്രം. നഗരത്തിന്റെ പ്രധാന വീഥി, കൊളനേഡഡ് സ്ട്രീറ്റ് എന്ന് പിന്നീട് അറിയപ്പെട്ട കല്ലുപാകിയ രാജവീഥിയുടെ അടയാളങ്ങൾ അവൻ കണ്ടു.
ഇരുവശത്തും ഒരു കാലത്ത് നിരനിരയായി നിന്നിരുന്ന തൂണുകളുടെ തകർന്ന കഷ്ണങ്ങൾ മണലിൽ പുതഞ്ഞുകിടന്നു. ഈ തകർന്നടിഞ്ഞ കാഴ്ച ഖസ്നയുടെ പൂർണ്ണതയേക്കാൾ ശക്തമായി ബർക്കാഡിന്റെ മനസ്സിൽ തട്ടി. ഒരു മഹാനാഗരികതയുടെ പതനത്തിന്റെ നിശബ്ദമായ സാക്ഷ്യപത്രമായിരുന്നു അത്. എത്രയോ കച്ചവട സംഘങ്ങൾ ഈ വഴിയിലൂടെ കടന്നുപോയിരിക്കാം. എത്രയോ രാജാക്കന്മാർ ഈ വഴിയിലൂടെ എഴുന്നള്ളിയിരിക്കാം. ഇന്ന് ആ പ്രൗഢതയുടെ ഓർമ്മപ്പെടുത്തലായി കുറച്ച് കൽത്തുണ്ടുകൾ മാത്രം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നിട്ടുണ്ടോ? ആ കല്ലുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ടോ? ബർക്കാഡിന് ആ നിമിഷം അത് അനുഭവിക്കാൻ കഴിഞ്ഞു. അവൻ കേവലം കല്ലുകളെ അല്ല കണ്ടത്, ഒരു ജനതയുടെ ഉയർച്ചയും താഴ്ചയുമാണ്. അഡ്ദേർ എന്ന രഹസ്യം. അവരുടെ ലക്ഷ്യം ഹാരൂൻ നബിയുടെ പർവ്വതം താഴ്വരയുടെ അങ്ങേ അറ്റത്ത് ദൂരെയായി കാണാമായിരുന്നു. അവിടേക്ക് എത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു. താഴ്വരയിൽ നിഴലുകൾക്ക് നീളം വെച്ചു. പാറക്കെട്ടുകൾക്ക് കടും ചുവന്ന നിറമായി. അന്തരീക്ഷം കൂടുതൽ നിഗൂഢമായി. ജാബിർ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് താഴ്വരയിലെ ഒരു ഗുഹയിൽ തങ്ങാം. നാളെ രാവിലെ യാത്ര തുടരാം. അവർ താമസിക്കാൻ തിരഞ്ഞെടുത്തത് പാറയിൽ കൊത്തിയെടുത്ത ഒരു ശവകുടീരത്തിന്റെ ഉൾഭാഗമായിരുന്നു. പുറമേ ലളിതമായിരുന്നെങ്കിലും ഉള്ളിൽ വിശാലമായ ഒരു മുറിയുണ്ടായിരുന്നു. ഒരു കാലത്ത് ഒരു സമ്പന്ന നബാത്തിയൻ കുടുംബത്തിന്റെ അന്ത്യവിശ്രമസ്ഥലം. ഇന്ന് 3 യാത്രക്കാരുടെ താൽക്കാലിക അഭയകേന്ദ്രം. അവരൊരു ചെറിയ തീ കൂട്ടി. ജാബിർ കൊണ്ടുവന്ന ഉണക്കിയ റൊട്ടിയും ഈന്തപ്പഴവും അവർ പങ്കിട്ടെടുത്തു. തീയുടെ വെളിച്ചത്തിൽ ഗുഹയുടെ ഭിത്തിയിലെ കുത്തുമണികൾക്ക് ജീവൻ വെച്ചതുപോലെ തോന്നി. സലീമും ജാബിറും അധികം സംസാരിച്ചില്ല. അവർ തങ്ങളുടെ പുതപ്പിൽ പൊതിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. എന്നാൽ ബർക്കാഡിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ കണ്ട കാഴ്ചകൾ അവന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. അവൻ പുറത്തിറങ്ങി ഗുഹയുടെ വാതിൽക്കൽ നിന്നു. ആകാശത്തായിരക്കണക്കിന് നക്ഷത്രങ്ങൾ. താഴെ നിശബ്ദതയിൽ ആണ്ടുറങ്ങുന്ന നഷ്ടനഗരം. ആ നിമിഷം അവൻ ഒരു കാര്യം ഉറപ്പിച്ചു: ഈ നഗരത്തിൽ ഇനിയും കണ്ടെത്താത്ത രഹസ്യങ്ങളുണ്ട്. തിയേറ്ററിനും കൊളനേഡഡ് സ്ട്രീറ്റിനും അപ്പുറം ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തോ ഒന്ന്. പിറ്റേ ദിവസം രാവിലെ അവർ യാത്ര പുനരാരംഭിച്ചു. ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്കുള്ള വഴി താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്ന ഒന്നായിരുന്നു. അതൊരു സാധാരണ വഴിയായിരുന്നില്ല. പാറയിൽ വെട്ടിയെടുത്ത ആയിരക്കണക്കിന് പടവുകൾ. ആ പടവുകൾ കയറുമ്പോൾ ബർക്കാഡ് കിതച്ചു. പക്ഷേ അവന്റെ കണ്ണുകൾ ചുറ്റുമുള്ള ഓരോ പാറയും പരത്തുകയായിരുന്നു. അങ്ങനെ പടവുകൾ കയറി ഒരു ഉയർന്ന സമതലത്തിലെത്തിയപ്പോൾ അവൻ വീണ്ടും സ്തംഭിച്ചു. അവന്റെ മുന്നിൽ ഖസ്നയേക്കാൾ വലുതും ഗംഭീരവുമായ മറ്റൊരു സൗധം. അതും പാറയിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്തത്. പക്ഷേ ഇതിന് ഖസ്നയുടെ അത്ര അലങ്കാരപ്പണികളില്ലായിരുന്നു. പകരം ഒരുതരം പരുക്കൻ സൗന്ദര്യവും ഗാംഭീര്യവുമായിരുന്നു അതിന്. അഡ്ദേർ അഥവാ മൊണാസ്ട്രി എന്ന് ബെദുവിനുകൾ വിളിച്ച ആ സ്ഥലം. ജാബിർ പറഞ്ഞു, ഇത് പണ്ട് ക്രിസ്ത്യൻ സന്യാസിമാർ താമസിച്ചിരുന്ന മഠമായിരുന്നു. പക്ഷേ ബർക്കാഡിനറിയാമായിരുന്നു ഇതുമൊരു നബാത്തിയ നിർമ്മിതിയാണെന്ന്. ഒരുപക്ഷേ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലമോ ആകാം. ഇതിന്റെ ഗാംഭീര്യം കണ്ടിട്ട് ഒരുപക്ഷേ നബാത്തിയൻ രാജാവായ റബ്ബേൽ രണ്ടാമനു വേണ്ടി നിർമ്മിച്ചതാകാം. ഈ സ്ഥലം കണ്ടെത്താൻ ഇത്രയും ദുർഘടമായ വഴിയിലൂടെ വരണമെങ്കിൽ ഇതിന് അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നിരിക്കണം. ഈ രണ്ടാമത്തെ അത്ഭുതം കൂടി കണ്ടപ്പോൾ ബർക്കാഡിന് ഉറപ്പായി, പെട്ര എന്നത് കേവലം ഖസ്ന മാത്രമല്ല, അതൊരു വിശാലമായ സങ്കീർണമായ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു ലോകമാണ്. അവൻ അഡ്ദേരിന്റെ മുന്നിൽ നിന്ന് ചുറ്റും നോക്കി. അവിടെ നിന്ന് നോക്കിയാൽ താഴെ പെട്രയുടെ താഴ്വരയും ദൂരെ വാദി അറബയുടെ മരുഭൂമിയും കാണാമായിരുന്നു. ഒരു കഴുകന്റെ കണ്ണുകൊണ്ട് കാണുന്നതുപോലെയുള്ള കാഴ്ച. അവന്റെ ഉള്ളിലെ പര്യവേക്ഷകൻ പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞിരുന്നു. ഹാരൂൺ നബിയുടെ പർവ്വതം ഇപ്പോൾ അവന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല, അതൊരു മറ മാത്രമായിരുന്നു. അവന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ നഷ്ടനഗരത്തെ കഴിയുന്നത്ര ഓർമ്മയിൽ പകർത്തുക എന്നതായിരുന്നു. എന്നാൽ അവന്റെ ഈ ആവേശം സലിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ബർക്കാഡിന്റെ അരികിലേക്ക് വന്നു. അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ഷെയ്ഖ്, നിങ്ങളുടെ ശ്രദ്ധ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു. ഈ കല്ലുകൾക്ക് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ടാകുമെന്ന സലിമിന്റെ ശബ്ദം ഒരു മുന്നറിയിപ്പ് പോലെ മുഴങ്ങി. ആ കഥകൾ കേട്ടുനിന്നാൽ നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കും. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ബർക്കാഡിന്റെ കാതുകളിൽ പതിച്ചു. അവന്റെ രഹസ്യം വെളിപ്പെട്ടോ? അവന്റെ യാത്രയുടെ അവസാനം അടുത്തോ? സലീമിന്റെ വാക്കുകൾ ഒരു ചാട്ടവാർ പോലെ ഷെയ്ഖ് ഇബ്രാഹീമിന്റെ കാതുകളിൽ പതിച്ചു. ഈ കല്ലുകൾക്ക് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. പക്ഷേ ആ കഥകൾ കേൾക്കാൻ നിന്നാൽ നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കും.
ആ വാക്കുകളിൽ ഒളിപ്പിച്ചുവെച്ച ഭീഷണി വ്യക്തമായിരുന്നു. അഡ്ദൈർ എന്ന ഗംഭീര സൗധത്തിന്റെ മുന്നിൽ ഒരു നിമിഷം സ്വയം മറന്നുനിന്ന തന്റെ ആവേശം ആ നിശബ്ദനായ വഴികാട്ടിയുടെ കഴുകൻ കണ്ണുകൾ ഒപ്പിയെടുത്തിരിക്കുന്നു. അവന്റെ ഉള്ളിലെ ജീൻ ലൂയിസ് ബർക്കാർട്ട് എന്ന പര്യവേക്ഷകൻ ഒരു നിമിഷത്തേക്ക് ഷെയ്ഖ് ഇബ്രാഹിം എന്ന ഭക്തന്റെ മുഖമൂടി അഴിച്ചുവെച്ചോ? ബർക്കാർഡിന്റെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു മഞ്ഞുമല ഉരുകിത്തുടങ്ങി. അവൻ പിടിക്കപ്പെട്ടോ? അവന്റെ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം ഈ ബദൂവിനുകൾ തിരിച്ചറിഞ്ഞോ? അവന്റെ മുഖത്ത് രക്തയോട്ടം നിലച്ചതുപോലെ തോന്നി. പക്ഷേ വർഷങ്ങളുടെ പരിശീലനം അവനെ തുണച്ചു. ഒരു നിമിഷത്തെ പതറലിനു ശേഷം അവൻ തന്റെ ആത്മനിയന്ത്രണം വീണ്ടെടുത്തു. അവൻ സലീമിന്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റി ദൂരെ കാണുന്ന ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് ഒരു ഭക്തന്റെ വിനയവും കുറ്റബോധവും നിഴലിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സലീം, ക്ഷമിക്കണം. ഈ പുരാതന നിർമ്മിതികളുടെ ഗംഭീരതം കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്റെ ലക്ഷ്യം മറന്നുപോയി. മനുഷ്യന്റെ കരവിരുത് എത്ര അത്ഭുതകരമാണ്, അല്ലേ? പക്ഷേ ഇതെല്ലാം നശ്വരമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിക്കു മുന്നിൽ ഒന്നുമല്ല. എന്റെ മനസ്സ് വീണ്ടും എന്റെ നേർച്ചയിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരുന്നു. അവൻ കണ്ണുകളടച്ച് ചുണ്ടിൽ പ്രാർത്ഥനാമന്ത്രങ്ങൾ ഉരുവിട്ടു. അത് ഒരു തികഞ്ഞ അഭിനയമായിരുന്നു. തന്റെ ആവേശത്തെ ഒരു വിശ്വാസിയുടെ ഭക്തിനിർഭരമായ അത്ഭുതമാക്കി മാറ്റുകയായിരുന്നു അവൻ. സലീം അവന്റെ മുഖത്തേക്ക് കുറച്ചുനേരം കൂടി തുറിച്ചുനോക്കി. ആ നോട്ടത്തിൽ സംശയം പൂർണ്ണമായും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബെർക്കാർഡിന്റെ പെട്ടെന്നുള്ള മാറ്റവും ഭക്തിപ്രകടനവും അവനെ അല്പം അയവുള്ളവനാക്കി മാറ്റി. ഒരുപക്ഷേ ഈ വിദേശി ഒരു പണ്ഡിതനായതുകൊണ്ട് പുരാതന കാര്യങ്ങളിൽ അല്പം കൗതുകം കാണിക്കുന്നതാവാം ഇവൻ. ജാബിർ ഈ സംഭാഷണത്തിൽ ഇടപെട്ടു. സലീം, അവനെ വിട്ടേക്ക്. അവനൊരു പുസ്തകപ്പുഴുവാണ്. പഴയ കല്ലും മണ്ണും കണ്ടാൽ അവന്മാർക്കെപ്പോഴും ഇത്തിരി കൗതുകം കൂടുതലാണ്. നമുക്ക് പോകാം. പർവ്വതം കയറാൻ ഇനിയും സമയമെടുക്കും. സലീം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പക്ഷേ ആ സംഭവം ബെർക്കാർഡിന് ഒരു വലിയ പാഠമായിരുന്നു. അവൻ ഒരു നേർത്ത നൂൽപ്പാലത്തിലൂടെയാണ് നടക്കുന്നത്. ഒരു ചെറിയ കാറ്റുപോലും അവനെ താഴെ വീഴ്ത്തിയേക്കാം. ഇനിമുതൽ അവൻ അതീവ ശ്രദ്ധവാനായിരിക്കണം. അവന്റെ കണ്ണുകളോ ഭാവങ്ങളോ ചോദ്യങ്ങളോ അവനെ ഒറ്റിക്കൊടുക്കരുത്. അവൻ ഷെയ്ഖ് ഇബ്രാഹിം മാത്രമായിരിക്കണം. അവർ അഡ്ദൈറിനെ പിന്നാക്കി ഹാരൂൻ നബിയുടെ പർവ്വതത്തിന്റെ അടിവാരത്തേക്ക് നീങ്ങുന്ന ദുർഘടമായ പാതയിലൂടെ യാത്ര തുടർന്നു. ബെർക്കാർഡിന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ഖസ്നയും തിയേറ്ററും കൊളനേഡഡ് സ്ട്രീറ്റും ഇപ്പോൾ അഡ്ദൈറും കണ്ടുകഴിഞ്ഞു. പെട്ര എന്ന നഷ്ടനഗരത്തിന്റെ ഒരു ഏകദേശ ചിത്രം അവന്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിരുന്നില്ല. അവന്റെ ഓർമ്മയിൽ സൂക്ഷിച്ച ഈ വിവരങ്ങൾ സുരക്ഷിതമായി യൂറോപ്പിൽ എത്തിക്കാൻ സാധിക്കുമോ? അതിനു മുൻപ് ഈ പർവ്വതമുകളിനെ ബലിയും തുടർന്നുള്ള യാത്രയും അവൻ അതിജീവിക്കണം. ഹാരൂൻ നബിയുടെ പർവ്വതം ജബൽ ഹാരൂൻ കയറുന്നത് ഒരു സാധാരണ മലകയറ്റം പോലെയായിരുന്നില്ല. അതൊരു തീർത്ഥാടനം തന്നെയായിരുന്നു. ചെങ്കുത്തായ പാറകൾ നിറഞ്ഞ വഴി. ചിലയിടങ്ങളിൽ കാലൊന്നു തെറ്റിയാൽ അഗാധമായ കൊക്കയിലേക്ക് പതിക്കും. ബെർക്കാർഡ് തന്റെ 40കളോടടുത്ത പ്രായത്തിലും യൂറോപ്പിലെ ജീവിതശൈലി ശീലിച്ച ശരീരത്തിനും ആ കയറ്റം വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ സലീമും ജാബിറും ആടുകളെപ്പോലെ അനായാസം ആ മലഞ്ചെരിവുകളിലൂടെ കയറിപ്പോയി. കയറ്റം കയറുമ്പോൾ ബെർക്കാർഡ് തളർന്നു. അവന്റെ ശ്വാസം വർദ്ധിച്ചു, കാലുകൾ കുഴഞ്ഞു. ഇത് അവന്റെ അഭിനയത്തിന് സഹായിച്ചു. ഒരു ഭക്തനായ തീർത്ഥാടകൻ കഷ്ടപ്പാടുകൾ സഹിച്ച് തന്റെ നേർച്ച പൂർത്തിയാക്കാൻ മല കയറുന്നതിന്റെ ഒരു യഥാർത്ഥ ചിത്രം അതിലുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ നിന്ന് വിശ്രമിച്ചു, വെള്ളം കുടിച്ചു, പ്രാർത്ഥിച്ചു. ഇതെല്ലാം സലീമിന്റെ സംശയങ്ങളെ കുറച്ചു. ഈ മനുഷ്യൻ ഒരു ചാരനോ സാഹസികനോ ആണെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ തളരില്ല എന്ന് ഒരുപക്ഷേ അവൻ കരുതിയിരിക്കാം. മണിക്കൂറുകൾ നീണ്ട കഠിനമായ മലകയറ്റത്തിനുശേഷം അവർ ഒടുവിൽ പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ ആ കൊടുമുടിയുടെ മുകളിൽ ഒരു ചെറിയ വെള്ളപൂശിയ കെട്ടിടം നിന്നിരുന്നു. ഒരു മുസ്ലിം ശൈലിയിലുള്ള താഴിക്കുടത്തോടു കൂടിയ ഒരു സാധാരണ കെട്ടിടം. അതാണ് പ്രവാചകനായ ഹാരൂൻ നബി, ബൈബിളിലെ അഹരോൺ, എന്റെ ശവകുടീരം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. അവിടെ നിന്ന് താഴേക്കു നോക്കിയാൽ കാണുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. ഒരു വശത്ത് പെട്രയുടെ ചുവന്ന താഴ്വര ഒരു ഭൂപടം പോലെ പരന്നുകിടക്കുന്നു. മറുവശത്ത് വാദിയാറബയുടെ അനന്തമായ മരുഭൂമി. അതിനപ്പുറം ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയുടെ മലനിരകൾ. ബർക്കാർഡിന് ആ കാഴ്ച കണ്ട് മതിമറന്നു നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു. ശവകുടീരത്തിന് ഒരു സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. പ്രായം ചെന്ന താടി നീട്ടിയ ഒരു ഷെയ്ഖ്. അദ്ദേഹം അവരെ സ്വാഗതം ചെയ്തു. ബർക്കാർഡ് തന്റെ നേർച്ചയെക്കുറിച്ചു പറഞ്ഞു. താൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരാടിനെ ഇവിടെ ബലിയർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. യാത്രയുടെ തുടക്കത്തിൽ ദമാസ്കസിൽ നിന്ന് വാങ്ങിയ ആടിനെ അവർ കൂടെ കൊണ്ടുവന്നിരുന്നു. നേർച്ചയുടെ നാടകം. അവിടെ ആ പർവ്വതമുകളിൽ ബർക്കാർഡിന്റെ യാത്രയിലെ ഏറ്റവും നിർണായകമായ നാടകം അരങ്ങേറി. അവന്റെ അഭിനയത്തിന്റെ പരകോതി.
ശവകുടീരത്തിന്റെ സൂക്ഷിപ്പുകാരന്റെയും സലീമിന്റെയും ജാബിറിന്റെയും മുന്നിൽ വെച്ച് അവനൊരു യഥാർത്ഥ ഭക്തനെപ്പോലെ പെരുമാറി. അവൻ ശവകുടീരത്തിൽ പ്രവേശിച്ചു, ഭക്തിയോടെ പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അവന്റെ ശബ്ദം ഇടറി. ആരും കണ്ടില്ലെങ്കിലും ഒരു യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായ താൻ ഒരു യൂദക്രിസ്തീയ ഇസ്ലാമിക പ്രവാചകന്റെ ശവകുടീരത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിലെ വിരോധാഭാസം അവന്റെ മനസ്സിൽ ഒരു ചിരിയുണർത്തി. പിന്നീട് ബലിയർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് എല്ലാ ചടങ്ങുകളും അവൻ തന്നെ നിർവഹിച്ചു. അവൻ ആടിനെ ഖിബിലയ്ക്കഭിമുഖമായി നിർത്തി പ്രാർത്ഥനകൾ ചൊല്ലി മൂർച്ചയുള്ള കഠാരികൊണ്ട് അതിന്റെ കഴുത്തറുത്തു. രക്തമൊരു കുഴിയിലേക്കൊഴുകിപ്പോയി. ഇതെല്ലാം ചെയ്യുമ്പോൾ അവന്റെ കൈകൾക്ക് വിറയലുണ്ടായിരുന്നില്ല. ലണ്ടനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, രക്തം കണ്ടാൽ തലകറങ്ങുമായിരുന്ന ജീൻ ലൂയിസ് ബർക്കാട്ട് ഇപ്പോൾ ഒരു ബെദൂവിനെപ്പോലെ അനായാസമായി ബലികർമ്മം നടത്തുന്നു. അതിജീവനത്തിനു വേണ്ടി മനുഷ്യന് എത്രമാത്രം മാറാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. ബലിയർപ്പിച്ച ആടിന്റെ മാംസം അവർ പാകം ചെയ്തു. അതിന്റെ ഒരു ഭാഗം ശവകുടീരം സൂക്ഷിപ്പുകാരന് നൽകി. ബാക്കി അവർ ഒരുമിച്ച് ഭക്ഷിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കാട് മനഃപൂർവ്വം ഒരു സംഭാഷണത്തിന് തുടക്കമിട്ടു. അൽഹംദുലില്ലാ, എന്റെ നേർച്ച പൂർത്തിയായിരിക്കുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് സഫലമായി. ഇനി എനിക്ക് സമാധാനത്തോടെ കൈറോയിലേക്ക് പോകാം. അവിടെ അല്ലസറിൽ എന്റെ പഠനം തുടരണം. അവനവന്റെ യഥാർത്ഥ ലക്ഷ്യം ആഫ്രിക്കയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പെട്രയോ ഈ താഴ്വരയോ അല്ല തന്റെ അന്തിമ ലക്ഷ്യമെന്നവരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം. ജാബിർ പറഞ്ഞു, നിങ്ങളുടെ ഭക്തി വലുതുതന്നെ ഷെയ്ഖ്. പക്ഷെ കൈറോയിലേക്കുള്ള യാത്ര ഇനിയും ദുർഘടമാണ്. സീനായ് മരുഭൂമി കടക്കണം. അവിടെയും അപകടകാരികളായ ഗോത്രങ്ങളുണ്ട്. അല്ലാഹു എന്റെ കൂടെയുണ്ടാകും, ബർക്കാട് പറഞ്ഞു. നിങ്ങളെപ്പോലുള്ള നല്ല വഴികാട്ടികളുള്ളപ്പോൾ എനിക്കെന്തിനു ഭയം? ആ പ്രശംസ കേട്ടപ്പോൾ ജാബിറിന്റെ മുഖത്തൊരു സന്തോഷം വിരിഞ്ഞു. എന്നാൽ സലീം അപ്പോഴും നിശബ്ദനായിരുന്നു. അവന്റെ മുഖഭാവം വായിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു. അവൻ ബർക്കാടിനെ വിശ്വസിച്ചോ, അതോ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണോ? മടക്കിയാത്രയും ഒരു പുതിയ അപകടവും. അന്ന് രാത്രി അവർ ആ പർവ്വതമുകളിൽ ശവകുടീരത്തിനടുത്തുള്ള ഒരു ഗുഹയിൽ കഴിച്ചുകൂട്ടി. ബർക്കാടിനതൊരു വിജയത്തിന്റെ രാത്രിയായിരുന്നു. അവൻ പെട്ര കണ്ടു. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവന്റെ ഓർമ്മയിൽ പകർത്തി. അവന്റെ മറ, നേർച്ച, അത് വിജയകരമായി പൂർത്തിയാക്കി. ഇനി ഈ താഴ്വരയിൽ നിന്ന് പുറത്തു കടന്നാൽ മതി. അവന്റെ ദൗത്യത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗം കഴിഞ്ഞു എന്നവൻ വിശ്വസിച്ചു. പക്ഷെ അവൻ തെറ്റിദ്ധരിച്ചു. പിറ്റേന്ന് രാവിലെ അവർ മലയിറങ്ങാൻ തുടങ്ങി. മടക്കിയാത്രയിൽ ബർക്കാട് കൂടുതൽ ശ്രദ്ധിച്ചു. അവൻ പുരാവസ്തുക്കളിലൊന്നും കൗതുകം കാണിച്ചില്ല. ഒരു സാധാരണ തീർത്ഥാടകൻ തന്റെ കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതുപോലെ അവൻ നടന്നു. അവൻ വീണ്ടും സിക്കിലൂടെ കടന്ന് താഴ്വരയുടെ കവാടത്തിലെത്തി. തങ്ങളുടെ ഒട്ടകങ്ങൾ കാത്തിരിക്കുന്നിടത്ത് തിരിച്ചെത്തി. ഗ്രാമമുഖ്യനായ ഷെയ്ഖ് സലിമിന് നന്ദി പറയാനും ഒരു പാരിതോഷികം കൂടി നൽകാനും അവർ വീണ്ടും എൽജി ഗ്രാമത്തിലേക്ക് പോയി. മുഖ്യൻ അവനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. നേർച്ച പൂർത്തിയാക്കിയെന്നൊരു പുണ്യവാണനായിട്ടാണ് അയാൾ അവനെ കണ്ടത്. അവന്റെ ഭക്തിയെക്കുറിച്ച് സലിമും ജാബിറും റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവിടെ വെച്ച് ബർക്കാട് യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ ആ കൂടാരത്തിലേക്ക് കടന്നുവന്നു. അത് അബൂ റഷീദായിരുന്നു, അവന്റെ പഴയ വഴികാട്ടി. അബൂ റഷീദിന്റെ കണ്ണുകൾ ബർക്കാർഡിനെ കണ്ടപ്പോൾ പകകൊണ്ട് ജ്വലിച്ചു. അവൻ മുഖ്യന്റെ അടുത്തേക്ക് ചെന്ന് ബർക്കാർഡിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുറക്കെ പറഞ്ഞു, ഷെയ്ഖ് സലേം, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇവനൊരു ഭക്തനല്ല, ഇവനൊരു കാഫിറാണ്, ഒരു യൂറോപ്യൻ ചാരനാണ്. അവന്റെ പേര് ഷെയ്ഖ് ഇബ്രാഹിം എന്നല്ല. അവൻ നിധി മോഷ്ടിക്കാൻ വന്നവനാണ്. ഞാൻ അവന്റെ സാധനങ്ങൾക്കിടയിൽ യൂറോപ്യൻ രീതിയിലുള്ള ഒരു തോക്ക് കണ്ടിട്ടുണ്ട്. കൂടാരത്തിൽ ഒരു നിമിഷം ശ്വാസം നിലച്ചുപോയി. എല്ലാവരുടെയും കണ്ണുകൾ ബർക്കാർഡിനു നേരെ തിരിഞ്ഞു. ഷേഖ് സലേമിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അംഗരക്ഷകരുടെ വാളുകൾ ഉറയിൽ നിന്നും പുറത്തേക്ക് വന്നു. ബർക്കാർഡിന്റെ ലോകം തലകീഴായി മറിഞ്ഞു. എല്ലാം അവസാനിച്ചുവെന്നവൻ ഉറപ്പിച്ചു. അബൂ റഷീദിന്റെ ആരോപണം ശരിയായിരുന്നു. മുൻകരുതലിനായി ആരും കാണാതെ അവനൊരു ചെറിയ പിസ്റ്റൽ തന്റെ സാധനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ചിരുന്നു. അതു കണ്ടെത്തിയാൽ അവന്റെ കഥ കഴിയും. അബൂ റഷീദ് ഒരു ചെന്നായെപ്പോലെ ചിരിച്ചു. അവന്റെ പ്രതികാരം പൂർത്തിയാകാൻ പോകുകയാണ്. ബർക്കാർഡ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു. ഭാഷയോ അഭിനയമോ പണമോ ഇനി അവനെ രക്ഷിക്കാൻ പോകുന്നില്ല. അവന്റെ വിധി ആ കൂടാരത്തിൽ വെച്ച് ആ നിമിഷം തീരുമാനിക്കപ്പെടാൻ പോവുകയായിരുന്നു. അബൂ റഷീദിന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ഗ്രാമമുഖ്യൻ ഷെയ്ഖ് സലേമിന്റെ കൂടാരത്തിൽ മുഴങ്ങി. ഇവനൊരു കാഫിറാണ്, ഒരു യൂറോപ്യൻ ചാരനാണ്. അവന്റെ സാധനങ്ങൾക്കിടയിൽ യൂറോപ്യൻ രീതിയിലുള്ള ഒരു തോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ തങ്ങിനിന്ന നിമിഷം കൂടാരത്തിനുള്ളിലെ സൗഹൃദപരമായ അന്തരീക്ഷം ഒരു മഞ്ഞുപാളി പോലെ പൊട്ടിത്തകർന്നു. ഷെയ്ഖ് സലേമിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പകരം കടുത്ത സംശയവും
കോപവും ആ സ്ഥാനം പിടിച്ചു. അംഗരക്ഷകരുടെ കൈകൾ അവരുടെ വാളുകളിൽ മുറുകി ഉറയിൽ നിന്ന് പുറത്തെടുക്കാൻ തയ്യാറായി നിന്നു. സലിമിന്റെയും ജാബിറിന്റെയും കണ്ണുകളിൽ അവർ ആദ്യം മുതൽ സൂക്ഷിച്ചിരുന്ന സംശയം ആളിക്കത്തി. അവർ വഞ്ചിക്കപ്പെട്ടുവന്ന ചിന്ത അവരെ രോഷാകുലരാക്കി. ബർക്കാഡിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി. അവന്റെ കാലുകൾക്ക് താഴെയുള്ള ഭൂമി പിളർന്നുപോകുന്നതായി അവൻ അനുഭവിച്ചു. ഇത്രയും കാലത്തെ കഠിനാധ്വാനം, അവന്റെ അഭിനയം, അവന്റെ യാത്ര എല്ലാം ഈ ഒറ്റ നിമിഷത്തിൽ തകർന്നു തരിപ്പണമാകാൻ പോവുകയാണ്. അബൂ റഷീദിന്റെ ആരോപണം സത്യമായിരുന്നു. തന്റെ തുണിസഞ്ചിയുടെ ഏറ്റവും അടിയിൽ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അവനൊരു ചെറിയ ഒറ്റ വെടിമാത്രം പൊട്ടിക്കാവുന്ന ഒരു പിസ്റ്റൾ ഒളിപ്പിച്ചിരുന്നു. അതൊരു പ്രതിരോധമാർഗമായിരുന്നില്ല, മറിച്ച് ശത്രുക്കളുടെ കയ്യിൽ ജീവനോടെ പിടിക്കപ്പെട്ടാൽ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം ജീവനൊടുക്കാനുള്ള അവസാനത്തെ ആശ്രയമായിരുന്നു, ഒരു ചാരന്റെ അവസാനത്തെ രക്ഷാമാർഗം. ആ തോക്ക് കണ്ടെത്തിയാൽ പിന്നെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഉണ്ടാകില്ല. അവന്റെ കഴുത്തിലൊരു വാൾ ആഴ്ന്നിറങ്ങും. അവന്റെ ശരീരം പെട്രയുടെ ചുവന്ന മണലിൽ അജ്ഞാതമായി അലിഞ്ഞുചേരും. ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന പേരും പെട്ര എന്ന നഷ്ടനഗരത്തിന്റെ രഹസ്യവും അവനോടൊപ്പം എന്നേക്കുമായി കുഴിച്ചുമുടപ്പെടും. അബൂ റഷീദ് വിജയഭാവത്തിൽ ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ എരിയുന്നുണ്ടായിരുന്നു. അവന്റെ സാധനങ്ങൾ പരിശോധിക്കൂ ഷെയ്ഖ്, അപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാകും, അവൻ ആക്രോശിച്ചു. ഷെയ്ഖ് സലേം ബർക്കാഡിന് നേരെ തിരിഞ്ഞു. അവന്റെ ശബ്ദം ഒരു ഉരുൾപൊട്ടലുപോലെ കഠിനമായിരുന്നു. ഷെയ്ഖ് ഇബ്രാഹിം, ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണോ? നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ആയുധമുണ്ടോ? ഇപ്പോൾ ബർക്കാഡിന്റെ ജീവൻ അവന്റെ നാവിൻ തുമ്പിലായിരുന്നു. അവൻ എന്തും മറുപടി പറയും. നുണ പറഞ്ഞാൽ അത് പരിശോധനയിൽ തെളിയും. സത്യം പറഞ്ഞാൽ അത് കുറ്റസമ്മതമാകും. ഒരു കെണിയിലകപ്പെട്ട എലി പോലെ അവൻ നിന്നു. എന്നാൽ ആ നിർണായക നിമിഷത്തിൽ അവന്റെ ഉള്ളിലെ സാഹസികന്റെയും പണ്ഡിതന്റെയും സമന്വയമായ ഷെയ്ഖ് ഇബ്രാഹിം ഉണർന്നു. ഭയം അവന്റെ തലച്ചോറിനെ മരവിപ്പിച്ചില്ല, മറിച്ച് അതിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. അവൻ അത്യന്തം അപകടകരമായൊരു കളി കളിക്കാൻ തീരുമാനിച്ചു, സത്യവും നുണയും ചേർത്ത ഒരു കളി. അവൻ അബൂ റഷീദിനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഷെയ്ഖ് സലേമിന് നേരെ തിരിഞ്ഞ് അത്യന്തം ശാന്തവും എന്നാൽ അല്പം മുറിവേറ്റതുമായ ഭാവത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സലേം, എന്റെ ഹൃദയം വേദനിക്കുന്നു. ഞാൻ ഇന്ത്യയിലെ ദൂരദേശത്ത് നിന്ന് എന്റെ ദൈവത്തോടുള്ള നേർച്ച നിറവേറ്റാൻ നിങ്ങളുടെ മണ്ണിൽ അഭയം തേടി വന്ന ഒരു എളിമിയ തീർത്ഥാടകൻ. നിങ്ങൾ എനിക്ക് സംരക്ഷണം നൽകി എന്റെ നേർച്ച പൂർത്തിയാക്കാൻ സഹായിച്ചു. അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടിപ്പോൾ പണത്തിനു വേണ്ടി എന്നെ ചതിക്കാൻ ശ്രമിച്ച ഈ മനുഷ്യന്റെ വാക്കുകേട്ട് നിങ്ങൾ എന്നെ സംശയിക്കുന്നുവോ? അവനൊരു നിമിഷം നിർത്തി. അവന്റെ വാക്കുകൾക്ക് കൂടാരത്തിലൊരു സ്വാധീനം ചെലുത്താൻ സമയം നൽകി. എതേ ഷെയ്ഖ്, ഞാൻ നിങ്ങളോട് സത്യം പറയാം, എന്റെ കയ്യിലൊരു തോക്കുണ്ട്. ആ കുറ്റസമ്മതം കേട്ട് എല്ലാവരും ഞെട്ടി. അബൂ റഷീദിന്റെ മുഖത്ത് വിജയചിരി വിടർന്നു. അംഗരക്ഷകർ ഒരു ചവിട് മുന്നോട്ട് വച്ചു. എന്നാൽ ബർക്കാഡ് തുടർന്നു. അവന്റെ ശബ്ദം കൂടുതൽ ഉറച്ചതായി. പക്ഷേ അത് ഇവൻ പറയുന്നതുപോലെയുള്ള ഒരു യൂറോപ്യൻ പിസ്റ്റലല്ല. അത് എന്റെ പിതാമഹൻ മുഗൾ ദർബാറിൽ ഒരു സൈന്യാധിപനായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു പഴയ തോക്കാണ്. അതൊരു ആയുധമല്ല, അതൊരു കുടുംബസ്വത്താണ്, ഒരു ഓർമ്മയാണ്. എന്റെ യാത്രയിൽ ഒരൈശ്വര്യത്തിന് ഞാനത് കൂടെ നടക്കുന്നു. നിങ്ങൾക്കത് കാണണോ? എന്റെ ഭാണ്ഡം ഇവിടെ കൊണ്ടുവരൂ, ഞാൻ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരവിശ്വസനീയമായ ചൂതാട്ടമായിരുന്നു. അവൻ തന്റെ തോക്കൊരു യൂറോപ്യൻ നിർമ്മിതിയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ആ നീക്കം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒറ്റപ്പെട്ട ഒരു ബെദുവിൻ ഗോത്രത്തിന് ഒരു ഇന്ത്യൻ തോക്കും യൂറോപ്യൻ തോക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുമോ? മാത്രമല്ല, അവനത് സ്വയം കാണിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ അവന്റെ ആത്മവിശ്വാസം അവരെ കുഴപ്പിലാക്കി. ഒരു കള്ളൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഷെയ്ഖ് സലേം ഒരു നിമിഷം ആലോചിച്ചു. ബർക്കാഡിന്റെ പെരുമാറ്റത്തിലെ ആത്മാർത്ഥതയും അവന്റെ തുറന്ന സമീപനവും അയാളെ ചിന്തിപ്പിച്ചു. അയാൾ തന്റെ അംഗരക്ഷകരോട് ബർക്കാഡിന്റെ ഭാണ്ഡം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ബർക്കാഡിന്റെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. അവന്റെ പദ്ധതി പാളിയാൽ അടുത്ത നിമിഷം അവൻ മരിക്കും. ഭാണ്ഡം അവന്റെ മുന്നിൽ കൊണ്ടുവന്നുവച്ചു. അവൻ പതിയെ മുട്ടുകുത്തിയിരുന്ന് അതിന്റെ കെട്ടഴിച്ചു. അവന്റെ ഓരോ ചലനവും എല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നാലും. അവൻ തന്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മറ്റ് സാധനങ്ങളും ഓരോന്നായി പുറത്തെടുത്തു. അവസാനം ഒരു തുണിയിൽ പൊതിഞ്ഞ ആ വസ്തു പുറത്തെടുത്തു.
അവനാ തുണി മാറ്റി. ചെറിയ ഭംഗിയുള്ള ഒരു പിസ്തൾ. അതിന്റെ ലോഹഭാഗങ്ങളിൽ ചെറിയ കൊത്തുപണികളുണ്ടായിരുന്നു. അത് യൂറോപ്പിലെ ഒരു വിദഗ്ധനായ തോക്ക് നിർമ്മാതാവ് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ആ കൊത്തുപണികൾ ഒരു പേർഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ശൈലിയിലാണെന്ന് വാദിക്കാൻ സാധിക്കുമായിരുന്നു. അവൻ ആ തോക്ക് ഷെയ്ഖ് സലേമിനു നേരെ നീട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കൊലയാളി ആയുധമാണോ അതോ ഒരു പൈതൃകത്തിന്റെ ചിഹ്നമാണോ എന്ന് അങ്ങേക്ക് തന്നെ തീരുമാനിക്കാം. ഷെയ്ഖ് സലേം ആ തോക്ക് കയ്യിലെടുത്തു. അയാൾക്കത് തിരിച്ചും മറിച്ചും നോക്കി. അതൊരു സാധാരണ ബെദൂവിൻ തോക്കുപോലെയല്ലായിരുന്നു. അത് കൂടുതൽ ചെറുതും സങ്കീർണവുമായിരുന്നു. പക്ഷേ അത് യൂറോപ്യനാണോ ഇന്ത്യനാണോ എന്ന് അയാൾക്കുറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. അബൂ റഷീദ് ഇടയ്ക്ക് കയറി. അത് നുണയാണ്. അത് കാഫിറുകളുടെ ആയുധമാണ്, എന്നെ വിശ്വസിക്കൂ. പക്ഷേ അബൂ റഷീദിന്റെ വിശ്വാസ്യത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പണത്തിനുവേണ്ടി അവൻ ബർക്കാഡിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഷെയ്ഖ് സലേമിനറിയാമായിരുന്നു. ഇപ്പോൾ അവൻ വ്യക്തിപരമായ വിരോധം തീർക്കുകയാണോ എന്ന് അയാൾ സംശയിച്ചു. ഷെയ്ഖ് സലേം ബർക്കാഡിനെ നോക്കി. എന്നിട്ട് ആ തോക്ക് അവന് തന്നെ തിരികെ കൊടുത്തു. ഷേഖ് ഇബ്രാഹിം, നിങ്ങളുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. ആ തീരുമാനം കേട്ട് അബൂ റഷീദ് ഞെട്ടിത്തെരിച്ചുപോയി. നിങ്ങളെന്റെ അതിഥിയാണ്. നിങ്ങളുടെ നേർച്ച പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു തീർത്ഥാടകൻ. ഈ മനുഷ്യൻ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. എന്നിട്ട് അയാൾ അബൂ റഷീദിന് നേരെ തിരിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ കോപം ആളിക്കത്തുകയായിരുന്നു. ഇനി മേലാൽ എന്റെ കൂടാരത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. എന്റെ അതിഥിയെ അപമാനിച്ച നിന്നെ ഞാൻ വെറുതെ വിടുന്നത് അവനൊരു പുണ്യയാത്രയിലായതുകൊണ്ട് മാത്രമാണ്. പൊയ്ക്കോ എന്റെ കൺമുന്നിൽ നിന്ന്. അംഗരക്ഷകർ അബൂ റഷീദിനെ പിടിച്ചുവലിച്ച് കൂടാരത്തിന് പുറത്തേക്കിട്ടു. അവൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ബർക്കാഡ് ആഴത്തിൽ ശ്വാസമെടുത്ത് എഴുന്നേറ്റ് നിന്നു. അവൻ വീണ്ടും മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അവന്റെ അഭിനയവും ധൈര്യവും ഭാഗ്യവും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു നിമിഷം. ഷേഖ് സലേം അവനോട് യാത്ര പറഞ്ഞു. നിങ്ങളുടെ യാത്ര സുരക്ഷിതമാകട്ടെ ഷേഖ് ഇബ്രാഹിം. കെയ്റോയിലെത്തിയാൽ ഞങ്ങളുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് ഓർക്കണം. തീർച്ചയായും നിങ്ങളുടെ കാരുണ്യം ഞാൻ ഒരിക്കലും മറക്കില്ല. പുറത്തേക്കുള്ള വഴി. സലീമിന്റെയും ജാബിറിന്റെയും അകമ്പടിയോടെ ബർക്കാഡ് ആ ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിച്ചു. അവർ മരുഭൂമിയുടെ അതിർത്തി വരെ അവനെ അനുഗമിച്ചു. ഇപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിരുന്നു. സംശയത്തിന്റെ നിഴൽ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ബർക്കാഡ് ഒരു യഥാർത്ഥ ഷെയ്ഖാണെന്ന് അവർ വിശ്വസിച്ചു. മരുഭൂമിയുടെ അരികിൽ വെച്ച് അവർ പിരിയാൻ നേരം സലീം ആദ്യമായി ബർക്കാഡിന്റെ നേരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അല്ലാഹു നിങ്ങളെ കാക്കട്ടെ ഷെയ്ഖ്. നിങ്ങളെയും, ബർക്കാഡ് മറുപടി പറഞ്ഞു. അവൻ ഒറ്റയ്ക്ക് കെയ്റോയിലേക്കുള്ള പാത ലക്ഷ്യമാക്കി ഒട്ടകത്തെ തെളിച്ചു. അവന്റെ പിന്നിൽ ചുവന്ന പർവ്വതനിരകൾ സന്ധ്യാപ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആ പാറകൾക്കുള്ളിൽ അവൻ കണ്ടെത്തിയ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയം ഒരേ സമയം ആശ്വാസത്താലും വിജയത്താലും വരാനിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാലും നിറഞ്ഞിരുന്നു. പെട്രയുടെ കണ്ടെത്തൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയായിരുന്നു. പക്ഷേ അവന്റെ യാത്ര അവസാനിച്ചില്ല. ഈ രഹസ്യം ലോകത്തോട് വിളിച്ചു പറയുക എന്നതായിരുന്നു അവന്റെ അടുത്ത ദൗത്യം. അവൻ തന്റെ ബാണ്ഡം ഒന്നുകൂടി പരിശോധിച്ചു. അതിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ തലച്ചോറിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു നിധിയുണ്ടായിരുന്നു. ഒരു നഷ്ടനഗരത്തിന്റെ ഓർമ്മകളും അതിന്റെ രൂപരേഖയും. അവൻ കൈറോയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരും കാണാതെ രാത്രിയുടെ മറവിൽ അവൻ ചെറിയ കടലാസുതുണ്ടുകളിൽ തന്റെ ഓർമ്മകൾ കുറിച്ചുവെക്കാൻ തുടങ്ങി. സിക്കിന്റെ നീളം, ഖസ്നയുടെ ഉയരം, തിയേറ്ററിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം, അദ്ദെയറിലേക്കുള്ള പടവുകൾ എല്ലാം അവൻ ഓർത്തെടുത്തു. അവൻ ഭൂപടങ്ങൾ വരച്ചു. ഓരോ കെട്ടിടത്തിന്റെയും ലളിതമായ ചിത്രങ്ങൾ കോറിയിട്ടു. ഈ രേഖകൾ അവന്റെ ജീവനായിരുന്നു. ഇത് നഷ്ടപ്പെട്ടാൽ അവന്റെ യാത്ര വ്യർത്ഥമാകും. എന്നാൽ കൈറോയിലേക്കുള്ള യാത്രയും അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു. സീനായി മരുഭൂമി, കൊള്ളക്കാർ, ഓട്ടോമൻ പട്ടാളക്കാർ, പിന്നെ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ. പെട്രയുടെ രഹസ്യം ലോകത്തിനു മുമ്പിൽ വെളിവാക്കാൻ ബർക്കാഡിന് കഴിയുമോ? അതോ ആഫ്രിക്കൻ മണലാരണ്യത്തിൽ അവന്റെ സ്വപ്നങ്ങളും അവസാനിക്കുമോ? അവന്റെ യാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. പെട്രയുടെ ചുവന്ന മലനിരകൾ ചക്രവഹളത്തിലൊരു നേർത്ത രേഖയായി മാഞ്ഞുപോകുമ്പോൾ ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന ഷെയ്ഖ് ഇബ്രാഹിം ആഴത്തിൽ ശ്വാസമെടുത്ത് മുന്നോട്ടു നോക്കി. അവന്റെ മുന്നിൽ അനന്തമായി പരന്നുകിടക്കുന്ന സീനായ് മരുഭൂമി. മരണത്തിന്റെ താഴ്വരയിൽ നിന്നവൻ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ അവന്റെ യാത്രയുടെ അപകടങ്ങൾ അവസാനിച്ചിരുന്നില്ല.
സീനായ് മരുഭൂമി നിയമങ്ങളില്ലാത്തൊരു ലോകമായിരുന്നു. ബദൂവിൻ കൊള്ളസംഘങ്ങൾ, ദാഹവും വിശപ്പും, പിന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന മണൽക്കാറ്റുകൾ. അവന്റെ കയ്യിൽ പെട്രയുടെ രഹസ്യം മാത്രമല്ല, അവന്റെ ജീവൻ കൂടിയായിരുന്നു. ഒറ്റയ്ക്കുള്ള ആ യാത്ര ബർക്കാഡിന്റെ സഹനശക്തിയുടെയും അതിജീവന കലയുടെയും ഒരു യഥാർത്ഥ പരീക്ഷണമായിരുന്നു. അവനൊരു കച്ചവട സംഘത്തിന്റെ സുരക്ഷിതത്വത്തിലായിരുന്നില്ല. പകൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ അവൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു. രാത്രി നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തി തണുത്തുറഞ്ഞ മണലിൽ ഒരു പുതപ്പിലൊതുങ്ങിക്കൂടി. അവന്റെ ഭക്ഷണം ഉണങ്ങിയ റൊട്ടിയും ഈന്തപ്പഴവും മാത്രമായിരുന്നു. വെള്ളം, ജീവന്റെ ഓരോ തുള്ളിയും അവൻ അമൂല്യമായി കരുതി. ഈ ഏകാന്തയാത്രയിൽ അവന്റെ മനസ്സ് പെട്രയുടെ ഓർമ്മകളാൽ നിറഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചപ്പോൾ സിക്കിന്റെ വർണ്ണശബളമായ പാറകൾ, ഖസ്നയുടെ ഗംഭീരമായ മുഖപ്പ്, അഡ്ഡുദൈറിന്റെ പരുക്കൻ സൗന്ദര്യമെന്നിവ അവന്റെ മുന്നിൽ തെളിഞ്ഞുവന്നു. അവനൊരു ഭ്രാന്തനെപ്പോലെ തന്നോടുതന്നെ സംസാരിച്ചു. ഓരോ കെട്ടിടത്തിന്റെ പേരും ഓരോ വഴിയും ഓരോ വിശദാംശവും മറന്നുപോകാതിരിക്കാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഓർമ്മയായിരുന്നു അവന്റെ ഏക നോട്ട് പുസ്തകം. യാത്രക്കിടയിൽ അവൻ പലതവണ കൊള്ളക്കാരുടെ മുന്നിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടു. അവന്റെ ദരിദ്രമായ വേഷവും കയ്യിൽ വിലപിടിപ്പുള്ളതൊന്നുമില്ലെന്ന തോന്നലും അവനെ സഹായിച്ചു. ഒരു പാവം തീർത്ഥാടകനായി അഭിനയിച്ച് കയ്യിലുണ്ടായിരുന്ന കുറച്ചു വെള്ളവും ഭക്ഷണവും നൽകി അവൻ പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എപ്പോഴെല്ലാം മരണത്തെ മുഖാമുഖം കണ്ടു, അപ്പോഴെല്ലാം അവന്റെ ലക്ഷ്യം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. ഈ അറിവ് ലോകത്തിനു മുൻപിലെത്തിക്കണം. അതിനുവേണ്ടി ജീവിച്ചേ മതിയാകൂ. ദിവസങ്ങൾ നീണ്ട കഠിനമായ യാത്രയ്ക്ക് ശേഷം 1812 ശരത്കാലത്തിന്റെ അവസാനത്തിൽ അവൻ ഈജിപ്തിന്റെ അതിർത്തിയിലെത്തി. നൈൽ നദിയുടെ പച്ചപ്പ് ദൂരെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അതിജീവിച്ചിരിക്കുന്നു. കൈറോ, സ്വപ്നങ്ങളുടെയും ചതിയുടെയും നഗരം. കൈറോ 1000 മിനാരങ്ങളുടെ നഗരമായിരുന്നു. ആ നഗരത്തിലേക്ക് ബർക്കാഡ് പ്രവേശിച്ചപ്പോൾ അലപ്പോയും ദമാസ്കസും ചെറിയ പട്ടണങ്ങളായി അവന് തോന്നി. നൈലിന്റെ തീരത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്ന ആ മഹാനഗരം അന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയമായിരുന്നു. തിരക്കേറിയ തെരുവുകൾ, കൂറ്റൻ പള്ളികൾ, ആഡംബരം നിറഞ്ഞ കൊട്ടാരങ്ങൾ, ദാരിദ്ര്യം നിറഞ്ഞ ചേരികൾ എല്ലാം അവിടെ ഇടകലർന്നു കിടന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നെങ്കിലും ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് മുഹമ്മദ് അലി പാഷ എന്ന ശക്തനായ എന്നാൽ ക്രൂരനായൊരു ഭരണാധികാരിയായിരുന്നു. അയാളുടെ ചാരന്മാർ നഗരത്തിന്റെ ഓരോ കോണിലും കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. ബർക്കാഡ് ഷെയ്ഖ് ഇബ്രാഹിം എന്ന തന്റെ വേഷം വീണ്ടും അണിഞ്ഞു. അവൻ ഖാൻ എൽ ഖലീലി എന്ന പ്രശസ്തമായ ചന്തയ്ക്ക് സമീപം ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. അവന്റെ പെട്രാ ദൗത്യം കഴിഞ്ഞിരുന്നു. ഇനി അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ആഫ്രിക്കൻ അസോസിയേഷൻ അവനെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് മടങ്ങേണ്ട സമയമായിരുന്നു. നൈജർ നദിയുടെ ഉത്ഭവം കണ്ടെത്തുക. അതിനായി അവൻ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തിൽ ചേരണം. അത്തരം കച്ചവട സംഘങ്ങൾ കൈറോയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. ആ യാത്ര മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിൽക്കുന്നതൊന്നായിരുന്നു. വിശ്വസ്തരായ ആളുകളെ മാത്രമേ അവർ കൂടെ കൂട്ടുകയുള്ളൂ. ഒരു വിദേശിയെ, പ്രത്യേകിച്ചും അവന്റെ ഭൂതകാലം സംശയാസ്പദമാണെങ്കിൽ, അവർ ഒരിക്കലും കൂടെ കൂട്ടില്ല. അതുകൊണ്ട് ബർക്കാഡ് കാത്തിരിക്കാൻ തീരുമാനിച്ചു. അവൻ കൈറോയിലെ സമൂഹത്തിൽ തന്റെ സ്ഥാനമുറപ്പിക്കാൻ തുടങ്ങി. അവൻ അൽ അസ്ഹർ സർവകലാശാലയിലെ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിച്ചു. ഖുറാനിനെക്കുറിച്ചുള്ള അവന്റെ അഗാധമായ അറിവും വിവിധ ഇസ്ലാമിക വിഷയങ്ങളിൽ അവന്റെ പാണ്ഡിത്യവും അവരെ ആകർഷിച്ചു. ഷെയ്ഖ് ഇബ്രാഹിം എന്ന പണ്ഡിതൻ കൈറോയിലും ബഹുമാനം പിടിച്ചുപറ്റി. ഈ പാണ്ഡിത്യം ഒരു കച്ചവട സംഘത്തിൽ ചേരാനുള്ള അവന്റെ യോഗ്യതയായി മാറുമെന്ന് അവൻ കണക്കുകൂട്ടി. ഈ കാത്തിരിപ്പിനിടയിലാണ് അവൻ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തത്. പെട്രയെക്കുറിച്ചുള്ള അവന്റെ ഓർമ്മകൾ അവൻ വിശദമായൊരു റിപ്പോർട്ടായി എഴുതാൻ തുടങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ, മെഴുകുതിരിയുടെ അരുണ്ട വെളിച്ചത്തിൽ അവൻ ആ നഷ്ടനഗരത്തെ കടലാസിൽ പകർത്തി. ഓരോ കെട്ടിടത്തിന്റെയും അളവുകൾ, കൊത്തുപണികളുടെ വിശദാംശങ്ങൾ, വഴികളുടെ ദിശ, പാറകളുടെ നിറങ്ങൾ അവൻ ഓർമ്മയിൽ നിന്നെല്ലാം പുനരുസൃഷ്ടിച്ചു. അതൊരു സാധാരണ യാത്രാവിവരണമായിരുന്നില്ല, അതൊരു ശാസ്ത്രീയമായ റിപ്പോർട്ടായിരുന്നു. ഒരു പുരാവസ്തു ഗവേഷകന്റെ സൂക്ഷ്മതയോടെ, ഒരു ഭൂമിശാസ്ത്രജ്ഞന്റെ കൃത്യതയോടെ അവനെല്ലാം രേഖപ്പെടുത്തി. അവൻ ആ റിപ്പോർട്ടിന് പേരിട്ടു ട്രാവൽസ് ഇൻ സിറിയ ആൻഡ് ദ ഹോലി ലാൻഡ്. ഈ രേഖകൾ അത്യന്തം രഹസ്യമായി സൂക്ഷിക്കണമെന്നവനറിയാമായിരുന്നു. മുഹമ്മദ് അലി പാഷയുടെ ചാരന്മാരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അവനൊരു യൂറോപ്യൻ ചാരനാണെന്ന് തെളിയും. അവന്റെ മരണമുറപ്പാണ്. അവൻ തന്റെ കുറിപ്പുകൾ അറബിയിലുള്ള ഖുറാൻ വ്യാഖ്യാനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ചു. മാസങ്ങൾ കടന്നുപോയി. വർഷങ്ങളായി. 1813, 1814. പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കുള്ള ഒരു കച്ചവട സംഘവും പുറപ്പെട്ടില്ല.
ആ പ്രദേശത്തെ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം യാത്രകൾ റദ്ദാക്കപ്പെട്ടു. ബർക്കാഡിന്റെ കാത്തിരിപ്പ് നീണ്ടു. അവന്റെ കൈയിലെ പണം തീർന്നു തുടങ്ങിയിരുന്നു. ആഫ്രിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവൻ കടുത്ത നിരാശയിലായി. ഈ മടുപ്പിക്കുന്ന കാത്തിരിപ്പ് ഒഴിവാക്കാൻ അവൻ ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ യാത്രകൾ നടത്തി. അവൻ നൈൽ നദിയിലൂടെ തെക്കോട്ട് നൂബിയയിലേക്ക് യാത്ര ചെയ്തു. അവിടെ അബൂ സിംബൽ എന്ന സ്ഥലത്ത് മണലിൽ പാതി മൂടിക്കിടക്കുന്ന ഒരു ഭീമാകാരമായ ക്ഷേത്രം അവൻ പുനഃക്കണ്ടെത്തി. റാംസിസ് രണ്ടാമൻ ഫറവോന്റെ ആ ക്ഷേത്രം നൂറ്റാണ്ടുകളായി മണലിനടിയിലായിരുന്നു. അതിന്റെ ഗാംഭീര്യം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഈ കണ്ടെത്തൽ പോലും ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷേ ബർക്കാഡിന്റെ മനസ്സിൽ അത് പെട്രയുടെ നിഴലിൽ ഒതുങ്ങിപ്പോയി. അവൻ മെക്കയിലേക്കും മദീനയിലേക്കും തീർത്ഥാടനം നടത്തി. ഒരു യൂറോപ്യൻ, അതും ഒരു ക്രിസ്ത്യാനി, ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായ നഗരങ്ങളിൽ പ്രവേശിക്കുന്നത് അചിന്തനീയമായിരുന്നു. പക്ഷേ ഷൈഖ് ഇബ്രാഹിം എന്ന വേഷത്തിൽ ആർക്കും ഒരു സംശയവും തോന്നാതെ അവൻ ആ തീർത്ഥാടനം പൂർത്തിയാക്കി. ഹാജി എന്ന ബഹുമതിയും അവൻ നേടി. ഇത് അവന്റെ ഷൈഖ് എന്ന പദവിക്ക് കൂടുതൽ വിശ്വാസ്യത നൽകി. പക്ഷേ ഈ യാത്രകളെല്ലാം അവന്റെ ആരോഗ്യത്തെ തകർത്തു. മരുഭൂമിയിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങളും വൃത്തിയില്ലാത്ത ഭക്ഷണവും വെള്ളവും അവനെ രോഗിയാക്കി. അവന് പലതവണ അതിസാരം, ഡയേറിയ പിടിപെട്ടു. അവന്റെ ശരീരം ക്ഷീണിച്ചു, പക്ഷെ അവന്റെ മനസ്സ് തളർന്നില്ല. 1815 അവൻ കൈറോയിൽ തിരിച്ചെത്തിയപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരു സന്തോഷവാർത്ത അവനെ തേടിയെത്തി. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു. യൂറോപ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആഫ്രിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെടാനുള്ള വഴികൾ തുറന്നേക്കാം എന്ന് അവൻ പ്രത്യാശിച്ചു. അവൻ ബ്രിട്ടീഷ് കോൺസുലേറ്റുമായി രഹസ്യമായി ബന്ധപ്പെട്ടു. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ലണ്ടനിലെ സർ ജോസഫ് ബാങ്ക്സിന് ഒരു കത്തെഴുതാൻ സഹായം അഭ്യർത്ഥിച്ചു. ആ കത്തിൽ അവൻ തന്റെ കണ്ടെത്തലുകളെക്കുറിച്ച് സൂചന നൽകി. തന്റെ സിറിയയിലെ യാത്രയെക്കുറിച്ചും ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതിനെക്കുറിച്ചും അവൻ എഴുതി. പെട്ര എന്ന പേര് അവൻ ഉപയോഗിച്ചില്ല. അത് വളരെ അപകടകരമായിരുന്നു. 1818 തുടക്കത്തിൽ ഈജിപ്തിൽ നിന്നുള്ള ഒരു കപ്പൽ ലണ്ടനിലെ തേംസ് നദിയുടെ തീരമണഞ്ഞു. അതിൽ സാധാരണ ചരക്കുകൾക്കൊപ്പം ഒരു മനുഷ്യന്റെ ജീവിതകാലത്തെ മുഴുവൻ സ്വപ്നങ്ങളും ത്യാഗങ്ങളും കണ്ടെത്തലുകളും പേറിയ ഒരു പെട്ടിയുമുണ്ടായിരുന്നു. കെയ്റോയിലെ ബ്രിട്ടീഷ് കോൺസിൽ അതീവ ശ്രദ്ധയോടെ അയച്ച ആ പെട്ടി ലണ്ടനിലെ ആഫ്രിക്കൻ അസോസിയേഷന്റെ ഓഫീസിലേക്കുള്ളതായിരുന്നു. അതിനുള്ളിൽ മഞ്ഞ നിറം പടർന്നു തുടങ്ങിയ കടലാസു തുണ്ടുകളിൽ അറബിയിലും ഇംഗ്ലീഷിലുമായി ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന ഷെയ്ഖ് ഇബ്രാഹിം കോറിയിട്ട കുറിപ്പുകളും ഭൂപടങ്ങളും പുസ്തകങ്ങളുമുണ്ടായിരുന്നു. അസോസിയേഷന്റെ സെക്രട്ടറി വില്യം ഹാമിൽട്ടൺ ആ പെട്ടി തുറന്നപ്പോൾ ഒരു ദുഃഖവാർത്തയും ഒരത്ഭുതവും ഒരുമിച്ചാണ് അദ്ദേഹത്തെ വരവേറ്റത്. തങ്ങളുടെ ഏറ്റവും ധീരനും കഴിവുറ്റവനുമായ പര്യവേക്ഷകൻ ജീൻ ലൂയിസ് ബർക്കാഡ് കെയ്റോയിൽ വച്ച് മരണമടഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അസോസിയേഷന് വലിയ ഒരു ആഘാതമായിരുന്നു. അവന്റെ യഥാർത്ഥ ലക്ഷ്യമായ നൈജർ നദി കണ്ടെത്താനാവാതെ അവൻ യാത്രയായതിൽ അവർ ഖേദിച്ചു. എന്നാൽ ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത കയ്യെഴുത്തുപ്രതികൾ അവരുടെ ദുഃഖത്തെ പതിയെ അത്ഭുതത്തിന് വഴിമാറ്റി. പ്രത്യേകിച്ച് ട്രാവൽസ് ഇൻ സിറിയ ആൻഡ് ദ ഹോളി ലാൻഡ് എന്ന പേരിട്ട കട്ടിയുള്ള ആ കെട്ട്. ഹാമിൽട്ടണും അസോസിയേഷനിലെ മറ്റംഗങ്ങളും ആ താളുകൾ മറിച്ചുനോക്കാൻ തുടങ്ങി. ആദ്യം അതൊരു സാധാരണ യാത്രാവിവരണം പോലെ തോന്നി. സിറിയയിലെയും പാലസ്റ്റീനിലെയും ജീവിതത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, അറബ് സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമുള്ള ആഴമുള്ള പഠനങ്ങൾ, ബർക്കാഡിന്റെ ഭാഷാപരമായ കഴിവുകൾ വെളിവാക്കുന്ന കുറിപ്പുകൾ. ഷെയ്ഖ് ഇബ്രാഹിം എന്ന വേഷം എത്രത്തോളം വിജയകരമായിരുന്നു എന്ന് ആ വരികൾ തെളിയിച്ചു. പക്ഷേ അവർ ആ കയ്യെഴുത്തുപ്രതിയുടെ മധ്യഭാഗത്തേക്ക് കടന്നപ്പോൾ കഥയുടെ ഗതി മാറി. അക്കാബ ഉൾക്കടലിനും ചാവുകടലിനുമിടയിലുള്ള പർവ്വതനിരകളിലൂടെ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ബർക്കാഡ് വിവരിക്കാൻ തുടങ്ങി. വാദി മൂസ എന്ന താഴ്വാര, ഹാരൂൻ നബിയുടെ ശവകുടീരം, ഒരു നേർച്ചയുടെ കഥ. അതൊരു സാധാരണ തീർത്ഥാടനത്തിന്റെ വിവരണമല്ലായിരുന്നു എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിലെ ഓരോ വാക്കും ഒരു നിഗൂഢതയുടെ ചുരുളഴിക്കുന്നതുപോലെയായിരുന്നു. പിന്നെ ആ വിവരണം വന്നു. സിഖ് എന്ന ഇടുങ്ങിയ മലയിടുച്ചിലൂടെയുള്ള യാത്ര, അതിന്റെ വർണ്ണശബളമായ പാറകളെക്കുറിച്ചുള്ള കാവ്യാത്മകമായ വർണ്ണന. ഒടുവിൽ ആ മലയിടുച്ചിന്റെ അറ്റത്ത് ഒരു സ്വപ്നം പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സൗധം.
പാറയിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്ത കൊറിന്ത്യൻ തൂണുകളുള്ള ഒരു കലശം തലപ്പിൽ ചൂടിയ ആ അത്ഭുതം അൽ ഖസ്ന. അസോസിയേഷനിലെ അംഗങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച ആ വിവരണം വായിച്ചു. ബർക്കാർഡിന്റെ വാക്കുകൾക്ക് ഒരു ഫോട്ടോഗ്രാഫിന്റെ കൃത്യതയുണ്ടായിരുന്നു. അവൻ ഖസ്നയുടെ അളവുകൾ, കൊത്തുപണികളുടെ വിശദാംശങ്ങൾ, അതിന്റെ വാസ്തുവിദ്യാ ശൈലി എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി. അത് അവിടെ അവസാനിച്ചില്ല. ആ കൈയെഴുത്തുപ്രതി അവരെ ആ താഴ്വരയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. നൂറുകണക്കിന് ശവകുടീരങ്ങൾ നിറഞ്ഞ സ്ട്രീറ്റ് ഓഫ് ഫക്കേറ്റ്സ്, റോമൻ മാതൃകയിലുള്ള തിയേറ്റർ, തൂണുകൾ നിറഞ്ഞ രാജവീഥി, പിന്നെ മറമുകളിലെ മറ്റൊരു വിസ്മയമായ അഡ്ദെയർ. ബർക്കാർഡ് വരച്ച ലളിതമായ ഭൂപടങ്ങളും കെട്ടിടങ്ങളുടെ രേഖാചിത്രങ്ങളും ആ വിവരണങ്ങൾക്ക് ജീവൻ നൽകി. വില്യം ഹാമിൽട്ടനും സഹകർമ്മികളും പരസ്പരം നോക്കി. അവർക്കവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇത് പെട്രയാണ്. പുരാതന ചരിത്രകാരന്മാരായ സ്ട്രാബോയും പ്ലിനിയും വിവരിച്ച നബാത്തിയൻ സാമ്രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട തലസ്ഥാനം. നൂറ്റാണ്ടുകളായി പാശ്ചാത്യലോകത്തിനൊരു കെട്ടുകഥ മാത്രമായിരുന്ന ഭൂപടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ ആ നഗരം. തങ്ങളുടെ പര്യവേക്ഷകൻ നൈജർ നദി തേടിപ്പോയ ബർക്കാർഡ് യാദൃശ്ചികമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയുടെ ചുരുഴഴിച്ചിരിക്കുന്നു. ആ വാർത്ത ലണ്ടനിലെ അക്കാദമിക വൃത്തങ്ങളിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. പുരാവസ്തുകരാച്ചകന്മാർ, ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ എല്ലാവരും ആവേശഭരിതരായി. ചിലർക്ക് സംശയമുണ്ടായിരുന്നു. ഒരൊറ്റപ്പെട്ട പര്യവേക്ഷകന്റെ സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ബർക്കാർഡിന്റെ വിവരണങ്ങളിലെ ശാസ്ത്രീയമായ കൃത്യതയും അവന്റെ പാണ്ഡിത്യവുമുള്ള വിശ്വാസം മരിക്കുമവരെ അത് സത്യമാണെന്ന് വിശ്വസിപ്പിച്ചു. ലോകമറിയുന്നു. 1822 ആഫ്രിക്കൻ അസോസിയേഷൻ ജീൻ ലൂയിസ് ബർക്കാർഡിന്റെ ട്രാവൽസ് ഇൻ സിരിയ ആൻഡ് ദ ഹോലി ലാൻഡ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടെ പെട്ര എന്ന നഷ്ടനഗരം വീണ്ടും ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. യൂറോപ്പിലെ വായനക്കാർ ആ പുസ്തകം ആവേശത്തോടെ വായിച്ചു. ബർക്കാർഡിന്റെ സാഹസികമായ യാത്ര, അവന്റെ വേഷപ്പകർച്ച, അവൻ നേരിട്ട അപകടങ്ങൾ, ഒടുവിൽ ആ വിസ്മയനഗരത്തിന്റെ കണ്ടെത്തൽ. അതൊരു നോവലിനേക്കാൾ ആവേശകരമായിരുന്നു. ഷെയ്ഖ് ഇബ്രാഹിം എന്ന സ്വിസ് പര്യവേക്ഷകൻ ഒരു ഇതിഹാസമായി മാറി. അവൻ മരിച്ചിരിക്കാം, പക്ഷേ അവന്റെ പേര് അമരനായി. ബർക്കാർഡിന്റെ കണ്ടെത്തൽ യൂറോപ്പിൽ ഒരു പെട്ര മാനിയ തന്നെ സൃഷ്ടിച്ചു. സാഹസികരായ സഞ്ചാരികളും കലാകാരന്മാരും പുരാവസ്തു ഗവേഷകരും ആ നഷ്ടനഗരം ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടേക്കുള്ള യാത്ര അപ്പോഴും അപകടം നിറഞ്ഞതായിരുന്നു. ബർക്കാർഡ് നേരിട്ട അതേ വെല്ലുവിളികൾ, ബെദൂവിൻ ഗോത്രങ്ങൾ, കൊള്ളക്കാർ, ദുർഘടമായ വഴികൾ എന്നിവ അപ്പോഴും നിലനിന്നു. പൈതൃകത്തിന്റെ പിന്തുടർച്ച. ബർക്കാർഡിന്റെ പുസ്തകം പുറത്തിറങ്ങിയ ഏതാനും വർഷങ്ങൾക്കകം 2 ധീരരായ ഫ്രഞ്ച് സഞ്ചാരികൾ, ലിയോൺ ഡി ലബോർഡേയും ലൂയിസ് മൗറീസ് അഡോൾഫ് ലിനാൻഡിലെ ബെല്ലേഫോണ്ടെയും പെട്രയ്ക്കൊരു പര്യവേക്ഷണം നടത്തി. ബർക്കാർഡിന്റെ വിവരണങ്ങൾ ഒരു വഴികാട്ടിയായി എടുത്തുകൊണ്ട് അവർ പെട്രയിലെത്തി. അവർ ബർക്കാർഡിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകളോടെയാണ് വന്നത്. അവരുടെ കയ്യിൽ വരയ്ക്കാനുള്ള ഉപകരണങ്ങളുണ്ടായിരുന്നു. ലബോർഡെ ഒരു കഴിവുള്ള കലാകാരനായിരുന്നു. അദ്ദേഹം പെട്രയുടെ വിശദമായ അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചു. ഖസ്നയുടെയും തിയേറ്ററിന്റെയും മറ്റു ശവകുടീരങ്ങളുടെയും ആദ്യത്തെ കൃത്യമായ ചിത്രങ്ങൾ ലോകം കണ്ടത് ലബോർഡെയുടെ വരകളിലൂടെയാണ്. 1828 പ്രസിദ്ധീകരിച്ച അവരുടെ വോയേജ് ദി അറബി പെട്ര എന്ന പുസ്തകം ബർക്കാർഡിന്റെ കണ്ടെത്തലുകൾക്ക് ഒരു ദൃശ്യപരമായ സ്ഥിരീകരണം നൽകി. പിന്നീട് സ്കോട്ടിഷ് ചിത്രകാരനായ ഡേവിഡ് റോബർട്ട്സ് 1839 പെട്ര സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ വർണ്ണചിത്രങ്ങൾ പെട്രയുടെ സൗന്ദര്യവും ഗാംഭീര്യവും യൂറോപ്പിലെ സാധാരണക്കാർക്ക് മുന്നിലെത്തിച്ചു. പാറകളുടെ ചുവപ്പും റോസ് നിറവും കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യാമികവും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ ജീവൻ തുടിച്ചു. ഈ ആദ്യകാല പര്യവേക്ഷകർക്കെല്ലാം വഴികാണിച്ചത് ജീൻ ലൂയിസ് ബർക്കാർഡായിരുന്നു. അവൻ തുറന്നുകൊടുത്ത വാതിലിലൂടെയാണ് മറ്റുള്ളവർ ആ നഷ്ടനഗരത്തിലേക്ക് പ്രവേശിച്ചത്. അവനൊറ്റയ്ക്ക് വേഷം മാറി ജീവൻ പണയം വെച്ചു നടത്തിയ ആ യാത്ര ചരിത്രഗവേഷണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ബർക്കാർഡ് മരിച്ചു കഴിഞ്ഞിട്ടും അവന്റെ കഥ തുടരുകയാണല്ലോ എന്ന്. അതെ, ചില മനുഷ്യർ അവരുടെ മരണശേഷവും ജീവിക്കുന്നു. അവരുടെ പ്രവൃത്തികളിലൂടെ, അവരുടെ കണ്ടെത്തലുകളിലൂടെ. ബർക്കാർഡ് അത്തരമൊരു മനുഷ്യനായിരുന്നു. ബർക്കാർഡിന്റെ യഥാർത്ഥ വിജയം മറ്റൊന്നായിരുന്നു. അവൻ കേവലം ഒരു സ്ഥലം കണ്ടെത്തുകയല്ല ചെയ്തത്. അവനൊരു നാഗരികതയുടെ ഓർമ്മയെയാണ് വീണ്ടെടുത്തത്. ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയ ഒരു ജനതയുടെ കഥയെയാണ് അവൻ പുനരുജ്ജീവിപ്പിച്ചത്. അവന്റെ ത്യാഗം വെറുതെയായില്ല. അവന്റെ കൈയെഴുത്തുപ്രതികൾ ഒരു കുപ്പിയിലെ സന്ദേശം പോലെ കാലത്തിന്റെ സമുദ്രം താണ്ടി ശരിയായ കൈകളിലെത്തി. അവന്റെ വാക്കുകൾ, ചിത്രങ്ങൾ, ഭൂപടങ്ങൾ അവ ലോകത്തിന് പെട്ര എന്ന അത്ഭുതം സമ്മാനിച്ചു. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും പെട്ര സന്ദർശിക്കുന്നു.
അവർ സിഖിലൂടെ നടക്കുമ്പോൾ, ഖസ്നിയുടെ മുന്നിൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ, അവരറിയാതെ തന്നെ ജീൻ ലൂയിസ് ബർക്കാർഡിന്റെ കാൽപ്പാടുകളെ പിന്തുടരുകയാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് ഷെയ്ഖ് ഇബ്രാഹിം എന്ന വ്യാജനാമത്തിൽ ഒരു യൂറോപ്യൻ സാഹസികൻ അനുഭവിച്ച അതേ ആവേശവും അത്ഭുതവും ഭയവും അവരനുഭവിക്കുന്നു. അവന്റെ ശവകുടീരം ഇപ്പോഴും കെയ്റോയിലെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സാധാരണ അറബ് പണ്ഡിതന്റേതെന്ന പോലെ നിലകൊള്ളുന്നു. പക്ഷേ അവന്റെ യഥാർത്ഥ സ്മാരകം അതല്ല. അവന്റെ യഥാർത്ഥ സ്മാരകം ജോർദാനിലെ ചുവന്ന പാറകളിൽ കൊത്തിയെടുത്ത ആ മഹാനഗരമാണ്. അവൻ ലോകത്തിന് തിരികെ നൽകിയ ആ നഷ്ടപ്പെട്ട നിധിയാണ്. ജീൻ ലൂയിസ് ബർക്കാർഡിന്റെ പര്യവേക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു മനുഷ്യന്റെ അടങ്ങാത്ത ജ്ഞാനതൃഷ്ണയും അപാരമായ ധൈര്യവും അവിശ്വസനീയമായ ത്യാഗവും എങ്ങനെ ചരിത്രത്തെ മാറ്റിമറിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവന്റെ ജീവിതം. അവന്റെ കഥ പെട്രയുടെ കഥയും കൂടിയാണ്, കണ്ടെത്തലിന്റെയും പുനർജന്മത്തിന്റെയും അനശ്വരതയുടെയും.